ഈ ക്ലാസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വന്നിരുന്ന കാര്യങ്ങളുടെ തുടർച്ച തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ദൈവവർബം എന്ന ഡോക്യുമെന്റിന്റെ അടിസ്ഥാന ദൈവശാസ്ത്ര രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിച്ചു. അത് കഴിഞ്ഞ് വിശുദ്ധ ഗ്രന്ഥം കോൺക്രീറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കുന്ന വിധം എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത് എന്നതിനെക്കുറിച്ച് പറയും എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചില ദുർഗ്രഹമായ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉൽപ്പത്തി രചനയാണ്. ഉൽപ്പത്തിയുടെ മുഴുവനല്ല, എന്നാലും പറയാവുന്നത് ഉൽപ്പത്തിയുടെ ആദ്യത്തെ 12 അധ്യായങ്ങൾ അവ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യമേ പറഞ്ഞു അത് വെളിപാട് സ്വഭാവമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അപ്പൊക്കാലിപ്റ്റിക് ലിറ്ററേച്ചറാണ് അതിനകത്തുള്ളത്. അതൊരു പരിധി വരെ വെളിപാട് സ്വഭാവം എന്ന് പറഞ്ഞേക്കാൾ പ്രതീകാത്മക ഭാഷയിലുള്ളതാണ് ഈ അപ്പൊക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ. അതെന്താണ്, എന്താണ് ഈ പറയുന്ന വാക്കുകളുടെയൊക്കെ അർത്ഥം, അതിൻ്റെ ഉള്ളർത്ഥം എന്താണ്? ശരിക്കും ഇതിങ്ങനെ നമ്മൾക്കൊരു സാധാരണ ഒരാളിങ്ങനെ വെറുതെ വായിച്ചു പോകുമ്പോൾ കാണുന്ന അർത്ഥമാണോ അതിനുള്ളത്? ദൈവം മണ്ണ് കുഴച്ചവനെ സൃഷ്ടിച്ചു, അതുപോലെ നടുക്കൊരു മരം നട്ടു, ആ മരത്തേൽ കായുണ്ടായി, ആ കാ തിന്നരുതെന്ന് പറഞ്ഞു, അത് മനുഷ്യൻ പോയി തിന്നു, അങ്ങനെ തിന്നതിന്റെ പേരിൽ അവനെ ശാസിച്ചു അല്ലെങ്കിൽ അവനെ പുറത്താക്കി. ഇതുപോലെ നിസ്സാരമാണോ അത്? അതോ അതിന്റെ അപ്പുറത്ത് എന്താണുള്ളത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നാം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ അപ്പോകാലിപ്റ്റിക് ലിറ്ററേച്ചറിന്റെ പ്രത്യേകത ഒരു ചരിത്രാതീത കാലത്തിന്റെ, അല്ലെങ്കിൽ അബ്രാഹത്തെ ദൈവം വിളിക്കുന്ന സംഭവത്തിന് മുൻപുള്ള ഒരാമുഖം, മനുഷ്യ സൃഷ്ടി മുതൽ അബ്രാഹം വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചുള്ള സംസാരമാണിത്. അപ്പൊ അത്രയും സുദീർഘമായ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പറയുക എന്നുള്ള സുവിശേഷത്തിന്റെ ഉദ്ദേശമല്ല. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സൃഷ്ടിയും സൃഷ്ടി സംബന്ധമായ വിഷയങ്ങളുടെ ഹിസ്റ്ററിയും ജിയോഗ്രഫിയും അതിന്റെ സയന്റിഫിക് ക്യാരക്ടറും ഒന്നും പറയുക സുവിശേഷത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശമല്ല. പകരം എന്തായിരുന്നു ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാരുടെ ഉദ്ദേശം? ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹിതം എന്തായിരുന്നു, എന്തറിയിക്കാനാണ് ദൈവാത്മാവ് ആഗ്രഹിച്ചത്, ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ എന്താണ് സ്വീകരിച്ചത്, എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞതിന്റെ നട്ഷൽ ഇതായിരുന്നു: ദൈവം അവരെ പ്രചോദിപ്പിച്ചു. അതുവഴി ചരിത്രാതീത കാലഘട്ടത്തിന്റെ, അതായത് അബ്രാഹത്തിന്റെ വിളി മുതലുള്ള മനുഷ്യവംശത്തിന്റെ വിപുലമായ ഒരു ചരിത്രത്തിന്റെ ഒരു സമ്മറി, എങ്ങനെയാണ് അബ്രാഹം വിളിക്കപ്പെടേണ്ടി വന്നത്, അബ്രാഹത്തിലൂടെ രക്ഷ വാഗ്ദാനം ചെയ്യപ്പെടേണ്ടി വന്നതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് തുടങ്ങുന്ന ഒരുപക്ഷെ മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കിലേക്ക് പോകുന്ന മനുഷ്യവംശത്തിന്റെ സുദീർഘമായ ചരിത്രത്തിന്റെ ദൈവശാസ്ത്ര ഭാഷയാണ് അത്. എന്ന് പറയാൻ ചരിത്രത്തിന്റെ ചരിത്ര ഭാഷയല്ല, പകരം ആ ചരിത്രത്തെ സമഗ്രമായി എടുത്തിട്ട് മനുഷ്യൻ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് അവൻ ഇങ്ങനെയായി തീർന്നത് എന്നതിനെക്കുറിച്ച് പറയാനുള്ള വിശുദ്ധ ഗ്രന്ഥകാരന്റെ പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള ശ്രമമാണ് ഈ ഉൽപ്പത്തിയുടെ ആദ്യത്തെ ഭാഗങ്ങൾ. അപ്പൊ അങ്ങനെ അത്രയും വിപുലമായ ഒരു ചരിത്രം പറയേണ്ടി വരുമ്പം സ്വാഭാവികമായി എന്ത് ചെയ്യും? പ്രതീകങ്ങൾ ഉപയോഗിക്കും. വളരെ ഹ്രസ്വമായി പറയാൻ കഴിയുന്ന പ്രതീകങ്ങൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന്, ഈ ഭൂമി എങ്ങനെ ഇരിക്കുന്നു എന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വിചാരിച്ചു, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെറിയൊരു ഗ്ലോബ് എടുത്ത് വെക്കും, അല്ലെ? ഒരു ചെറിയ ഗ്ലോബ് എടുത്ത് വെച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയാ ഭൂമി, ഇതിങ്ങനെ കറങ്ങാൻ പറ്റുന്നുണ്ടോ, അമേരിക്ക ഇന്ത്യയുടെ ഇപ്പുറത്ത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ചെറിയൊരു പ്രതീകം ഉപയോഗിച്ചുകൊണ്ട്, ഗ്ലോബ് എന്ന് പറഞ്ഞ സത്യത്തിൽ അത് ഭൂമിയല്ലല്ലോ, ഭൂമിയുടെ ഒരു പ്രതീകമാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ ഭൂമിയെക്കുറിച്ച് സംസാരിക്കും. നമുക്ക് ആ ഭൂമിയെ എടുത്ത് കാണിച്ചു കൊടുക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് പകരം എടുത്തു കാണിക്കാവുന്ന ചില പ്രതീകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഭൂമിയെക്കുറിച്ച് സംസാരിക്കും. അത് മനുഷ്യന്റെ പോലും സിസ്റ്റമാണ്. ദൈവം അത്തരം ഒരു സിസ്റ്റത്തെ ഉപയോഗിച്ചും കൊണ്ടാണ് ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത്. അതായത് മനുഷ്യൻ എങ്ങനെയാണ് ജനിച്ചത്, എങ്ങനെയാണ് അവൻ ആരംഭിച്ചത്, അവന്റെ വളർച്ചയുടെ ഘട്ടം എന്തായിരുന്നു, ദൈവത്തിന് അവനോട് ഏത് തരത്തിലുള്ള ബന്ധമാണുള്ളത്, അവൻ ദൈവത്തോട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരുന്നത്, പിന്നെ അവൻ തകർന്നു വീഴാനുണ്ടായ കാരണം എന്തായിരുന്നു, ദൈവമായിരുന്നോ മനുഷ്യനായിരുന്നോ എന്ന് തുടങ്ങി മനുഷ്യവംശത്തിന്റെ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്, അതിനെ വളരെ ഏതാണ്ട് ഒരു 10-12 കുഞ്ഞ് അധ്യായങ്ങൾക്കകത്ത് അവതരിപ്പിക്കാൻ നടത്തുന്ന തിയോളജിക്കൽ അറ്റംപ്റ്റ് ആണ് അത്. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ ലിറ്ററലായിട്ട് വ്യാഖ്യാനിക്കും. അക്ഷരാർത്ഥത്തിൽ ഇതിങ്ങനെ ദൈവം മണ്ണെടുത്തു, ഓക്കെ, മണ്ണപ്പെടുത്തു, കുഴച്ചു, പൊടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കും. അല്ല നമ്മൾ ചുമ്മാ കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ഈ ഭാഗങ്ങളെ എന്താ പറയാ, സയൻസിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിൽ കാണാൻ പറ്റുമോ, ഇങ്ങനെയാണോ മനുഷ്യനുണ്ടായിരിക്കുന്നത്, DNA അങ്ങനെയാണോ എന്ന മട്ടിലൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യും. ഇതെല്ലാം തെറ്റാണ്. പകരം ദൈവം മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ വന്നുപോയിട്ടുള്ള വികസനത്തെയും വളർച്ചയെയും തളർച്ചയെയും അധപതനത്തെയും ഒക്കെ കൂടി നമുക്ക് പറഞ്ഞു തരാൻ, ഇനി അതറിഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം, നമ്മളിപ്പോ ഇങ്ങനെ ആയിരിക്കും,
എന്തുകൊണ്ടാണ് അബ്രാഹം വഴി രക്ഷ വാഗ്ദാനം ചെയ്യപ്പെടേണ്ടി വന്നത്, എന്തുകൊണ്ടാണ് ഈശോ കുരിശിൽ മരിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ചൊരു തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി മാത്രമാണ് അത്. അല്ലാണ്ട് അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല. മിശിഹായിലൂടെ കൈവന്ന രക്ഷ അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗം ശ്രമിക്കുന്നത് മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് ദ ഹോൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ആമുഖമാണ് അത്. ആമുഖത്തിന്റെ പ്രത്യേകത എന്താ? മുഴുവൻ കഥയൊന്നും പറയില്ല, അതിന്റെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ അതുവരെ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് മാത്രം പറയുന്ന ഇടമാണ് അത് എന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ ഓക്കെ ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ എന്ത് പറഞ്ഞു? മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അവൻ പാപം അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിനെ കുറിച്ച് പറഞ്ഞു. ചേർന്ന് ഇണയെ തരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ 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 മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ശേഷം അവന്റെ അധപതനം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ സൂചിപ്പിച്ചു. അവൻ എങ്ങനെയാണ് പാപത്തിൽ വീഴാൻ ഇടയായത് എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതുവഴി എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അത് ശിക്ഷയെക്കുറിച്ചുള്ള പ്രബോധനമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. അതിങ്ങനെയാണ്: ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും എന്ന് തുടങ്ങുന്ന പരാമർശങ്ങളാണ്. ആദ്യത്തെ കാര്യം നമ്മൾ ഈ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഈ പാമ്പ് എന്ത് ചെയ്തു? പാമ്പിനെ ശപിക്കാൻ മാത്രം പാമ്പ് സംസാരിക്കുമോ? നമ്മൾ നേരത്തെ പറഞ്ഞു പാമ്പ് എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് എന്ന് പറഞ്ഞു. പാമ്പ് എങ്ങനെ പ്രതീകമായി തീർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മിഡിൽ ഈസ്റ്റിന്റെ ഒക്കെ പശ്ചാത്തലത്തിലൊക്കെ അവർ ഏറ്റവും അപകടകാരിയായി മണലിലൊക്കെ പൂണ്ട് കിടക്കുന്ന പാമ്പ്, അത് ചുമ്മാ മണൽ പോലെ തോന്നിപ്പിക്കും. അത് പക്ഷേ അതിന്റെ ആ സ്വഭാവത്തിന്റെ തന്നെ വഞ്ചന കൊണ്ട് ആളുകൾ അതിന്മേൽ കയറി ചവിട്ടാനൊക്കെ ഇട വരും. അത് കടിക്കും. കടിച്ചു കഴിഞ്ഞാൽ മരുഭൂമിയിലൊക്കെ പാമ്പിന് ഭയങ്കര വിഷമാണെന്നാണ് പറയുന്നത്. അത് ഉടനെ തന്നെ ചത്തുപോകും, മനുഷ്യൻ മരിച്ചു പോയാട് വരും. അപ്പൊ അവനെ മനുഷ്യനെ കൊല്ലാൻ കഴിവുള്ള പതിയിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ പാപത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് മനുഷ്യന്റെ ഉള്ളിൽ തന്നെ പതിയിരിക്കുന്ന, അവനെ തന്നെ തകർക്കാൻ കഴിവുള്ള, എന്നാൽ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഭൗമിക അടയാളമാണ് ഈ പാമ്പ്. അല്ലാണ്ട് പാമ്പ് വരികയോ പാമ്പിന് സംസാരിക്കാൻ പറ്റുകയോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാമ്പ് അതിനെ ശക്തമായ ഒരു 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 മ്ലേച്ഛതയുടെ, തിന്മയുടെ, പാപത്തിന്റെ അടയാളമായി വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അവതരിപ്പിക്കുന്നതിന്റെ പിറകിൽ ഇസ്രയേലിന്റെ അന്നത്തെ ചരിത്രം കൂടിയുണ്ട്. അതായത് ഇസ്രയേൽ ജനം ഈ പാമ്പ് ആരാധനയുടെ ആളുകളും കൂടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് പലതരം ദൈവങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ നാഗാരാധന അവരുടെ ഇടയ്ക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ഇവരുടെ ഇടയ്ക്ക് ഈ പാമ്പുകൾ ഫെർട്ടിലിറ്റിയുടെ അടയാളമാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിനകത്തൊക്കെ ഉണ്ടായിരുന്നു. ഫെർട്ടിലിറ്റിയുടെ അടയാളമാണ് എന്ന് പറഞ്ഞാൽ ഇന്നും സമൂഹത്തിലൊക്കെ സൈക്കോളജിസ്റ്റുകൾ പോലും പാമ്പിനെ ലൈംഗികതയുടെ ഒക്കെ അടയാളമായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൊണ്ട് ഈ പാമ്പ് ഈ വിളവിന്റെ അടയാളമാണ് എന്നൊക്കെ കരുതിയിട്ട് പാമ്പിനെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പാരമ്പര്യം അവരുടെ ഇടയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാമ്പ് അവരെ വഞ്ചിക്കുന്ന, അതായത് ദൈവത്തിൽ നിന്ന് അകറ്റാൻ ഇടവരുത്തുന്ന, മനുഷ്യനെ അവന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അവനെ തകർക്കുന്ന, അവനെ വഞ്ചിക്കുന്ന, അവനെ തന്നെ വഞ്ചിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്ന പാമ്പ്. ഈ വിഗ്രഹമാകുന്ന പാമ്പാണ്. പാമ്പാകുന്ന നാഗദൈവം എന്ന് പറയുന്ന വിഗ്രഹത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു തിന്മ അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരിക്കുമ്പോൾ അതിനും കൂടെ എതിരെ കൊടുക്കുന്ന വാണിംഗ് ആണത്. അതായത് നിങ്ങളുടെ തകർച്ചയുടെ കാരണം ദൈവത്തെ മറന്നതാണ് എന്നതാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ പൊരുൾ. അപ്പൊ അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് സർപ്പത്തെ ശപിച്ചു എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു സർപ്പത്തെ ശപിക്കുന്ന കാര്യമല്ല, അത്തരം സർപ്പം കൂടി ഉൾപ്പെടുന്ന വിഗ്രഹാരാധനയെ മൊത്തത്തിൽ ശപിക്കുന്നതിനെ കുറിച്ച് ഈ റോമൻ പശ്ചാത്തലത്തിലും ഈ ഹെബ്രായ നാടുകളുടെയൊക്കെ പഴയ അതിനു മുമ്പത്തെ അവരുടെ വിജാതീയ പശ്ചാത്തലത്തിലും ഒക്കെ ഈ നാഗാരാധനയൊക്കെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഭാരതത്തിൽ പോലും അതുണ്ട്. പ്രാചീന മതങ്ങളിലും ചുറ്റുപാടുകളിലും ഒക്കെ ഇതൊരു ആരാധനാബിംബമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദൈവാരാധനയിൽ നിന്ന് അവരെ തടയുന്ന പാപത്തിന്റെ ഉറവിടമാകുന്ന വിഗ്രഹാരാധന, അതിനെയാണ് സത്യത്തിൽ ഈ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ശപിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അല്ലാണ്ട് മണ്ണിലടയുന്ന ചേരേനെയും മൂർഖനെയും ഒക്കെ ദൈവം ശപിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അതിന് എല്ലാത്തിന്റെ ഇടയിൽ നീ ശപിക്കപ്പെട്ടതായിരിക്കും, നീ മണ്ണിൽ എഴിഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും എന്നൊക്കെ പറയുന്നത് അതിനി മേൽ ഒരു ദൈവത്തിന്റെ പരിവേഷം ഉണ്ടായിരിക്കില്ല എന്നാണ്. ഒരു ദൈവിക പരിവേഷം ഉണ്ടായിരിക്കില്ല. അത് വെറുതെ ഭൂമിയിലെ ഏറ്റവും നിസാരനും
അതിൻ്റെതായിട്ട് മനുഷ്യൻ ചവിട്ടുന്നിടത്ത് കിടക്കുന്ന ഒരു വസ്തുവായിട്ട് അതിനെ മാറ്റും. അതായത് ആ വിഗ്രഹത്തെ മാറ്റും എന്നതിനർത്ഥമുണ്ട്. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ പരിപ്പരിക്കും. എന്നിട്ട് സ്ത്രീയോട് പറയുകയാണ്, നിന്റെ ഗർഭാരിഷ്ഠതകൾ ഞാൻ വർദ്ധിപ്പിക്കും. കുറെ ഇങ്ങനെ ദൈവം കുറെ ശിക്ഷകൾ വാരി വിതർന്നത് പോലെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും, എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷം ഉണ്ടായിരിക്കും, അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും. ആദത്തോട് അവിടുന്ന് പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. നോക്കുക, ആദ്യം അവളോട് പറയുന്ന ശാപവാക്കുകളാണ്. ഇത് സത്യത്തിൽ ദൈവം ശപിക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ ഒന്നാമത് പറയേണ്ട കാര്യം, ദൈവം ആരെ ശപിക്കുന്നില്ല എന്നതാണ്. ശാപം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാപം എന്ന് പറഞ്ഞാൽ നീ ഗുണം പിടിക്കാതെ പോകട്ടെ എന്ന ആശംസയാണ് ശാപം. ദൈവം ഒരിക്കലും ആരും ഗുണം പിടിക്കാതെ പോകട്ടെ എന്ന് ആഗ്രഹിക്കില്ല. മടങ്ങി വരണമെന്നും പശ്ചാത്തപിക്കണമെന്നും മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത് ഒരു പ്രത്യേക ആലങ്കാരിക ഭാഷയാണ് എന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ആരെ ശപിക്കുന്നൊന്നുമില്ല. ശപിക്കുന്നില്ലെന്ന് മാത്രമല്ല, സത്യത്തിൽ ഈ ആദത്തിന്റെ ഹവ്വായുടെ ഒക്കെ പരാജയം ഉണ്ടല്ലോ, പരാജയം, അത് യഥാർത്ഥത്തിൽ അവന്റെ തന്നെ വീഴ്ചയാണ്. എന്ന് വെച്ചാൽ അവൻ പാപം ചെയ്തു എന്നുള്ളത് മാത്രമല്ല അവന്റെ അധപതനത്തിന് കാരണം. രണ്ടാമത്, പാപം ചെയ്ത അവൻ അനുദപിച്ചില്ല എന്നുള്ളതും കൂടെ അവന്റെ അധപതനത്തിന്റെ കാരണമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്നാമത് നമ്മൾ പലപ്പോഴും പെട്ടെന്ന് പറഞ്ഞെന്നറിയോ, അവൻ പാപം ചെയ്തുകൊണ്ട് മനുഷ്യൻ അധപതിച്ചു. നോ, പാപം ചെയ്തു എന്നിട്ടും അവൻ അതിൽ തന്നെ നിന്നു എന്നുള്ളതാണ് അവന്റെ പ്രശ്നം. അവൻ അനുദപിച്ചിരുന്നെങ്കിൽ അവൻ രക്ഷ പ്രാപിക്കുമായിരുന്നു. എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്? ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവന് സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? ലാസറിന്റെ ഉത്ഥാനമല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് പറയാം. ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വിശുദ്ധ യോഹന്നാൻ ഉപയോഗിക്കുന്ന വളരെ വളരെ സൂക്ഷ്മമായ 2 വാചകങ്ങളുണ്ട്. അതായത് അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെടുന്ന AD 95-100കളിലാണ്. അപ്പൊ ആ കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും സഭ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ലാസറിന്റെ മരണത്തിൽ തിരിച്ചുവരവിനെ കുറിച്ചൊക്കെ അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിന്റെ പുറകിലുള്ള ദൈവശാസ്ത്ര രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും കൂടെയാണ് യോഹന്നാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാസറിനെ അങ്ങ് ഉയർപ്പിച്ചു എന്ന് പറയുകയല്ല, ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇതിനകത്ത് 2 കുഞ്ഞു കാര്യങ്ങൾ ഒരുപോലെ ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ എന്താണെന്നറിയോ? അതിന്റെ കല്ലുരുട്ടി മാറ്റുക എന്ന് പറയുന്നതാണ്. ഉടനെ ലാസറിന്റെ സഹോദരി പറയുകയാണ്, കർത്താവ് 4 ദിവസമായി, ഇപ്പം മൊത്തം അഴുകിയിട്ടുണ്ട്, ദുർഗന്ധമായിരിക്കും, അതുകൊണ്ട് കല്ലുരുട്ടി മാറ്റുന്ന അത്ര ബുദ്ധിയല്ല എന്നാണ് അവൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മുൻപിൽ അവന്റെ മരണാവസ്ഥയെ തുറന്നു വെക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ വേണ്ട എന്നാണ് മനുഷ്യൻ പറയുന്നത്. ഇതിന്റെ ഉള്ളർത്ഥം എന്നറിയോ? ഈ മരിച്ചു കിടക്കുന്ന ലാസർ വലിയ പരിധി വരെ മനുഷ്യവംശത്തെ മുഴുവനും പ്രതിനിധീകരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ദൈവം നൽകിയ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ട് മരണത്തിന്റെ പടുകുഴിയിൽ അതുപോലെ ചീഞ്ഞളിഞ്ഞ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന മനുഷ്യവംശത്തെ കണ്ടുമുട്ടാൻ വരുന്ന ഈശോയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഭൂമിയിലേക്ക് വന്നിട്ട് മരണത്തിന്റെ ഗുഹയ്ക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യവംശം, അവനെ കാണാനാണ് ഈശോ വരുന്നത്. അവനെ കാണാൻ വന്നു കഴിയുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ആ കല്ലുരുട്ടി മാറ്റ്, ഞാൻ നിന്നെ കാണട്ടെ. അടച്ചു വെച്ചിരിക്കുകയാണ് മനുഷ്യൻ. അപ്പോഴാണ് അവൾ പറഞ്ഞില്ല, തുറക്കാൻ പറ്റില്ല, അത് ദുർഗന്ധമായിരിക്കും, തുറക്കാൻ പറ്റില്ല. ഇനി ഇതുപോലെ തന്നെ അതിന്റെ അവസാനത്തിലേക്ക് അവനെ ഉയർപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞ അടുത്ത കാര്യം, ഇതിനൊക്കെ ഫിസിക്കലായിട്ടുള്ള അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയും, കർത്താവ് പറയുകയാണ്, അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ അവൻ പോകട്ടെ, എന്നാണ് കർത്താവ് പറയുന്നത്. അത് പറയാനുള്ള നേരിട്ടുള്ള പശ്ചാത്തലം എന്താണ്? കാരണം മൃതദേഹം ഇങ്ങനെ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷെ യോഹന്നാൻ അത് രേഖപ്പെടുത്തുന്നതിന്റെ പശ്ചാത്തലം എന്താണെന്നറിയാമോ? അത് മനുഷ്യവംശത്തിന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് അത് രേഖപ്പെടുത്താനുള്ള കാരണം. അതായത് അവന് ജീവൻ ഉണ്ടായിട്ട് പോലും അവനെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളുണ്ട്, അത് അഴിക്കട്ടെ, എന്നിട്ട് അവൻ പോകട്ടെ എന്നാണ്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നതെന്നാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം തന്നെ നോക്കി, 2 സമാനമായതാണ്. ഇവൻ ഗുഹയ്ക്കകത്ത് അടഞ്ഞിരിക്കുന്നു, ഇവിടെ അവനെ കെട്ടിയിരിക്കുന്നു. ഈ ആദത്തിന്റെ ഹവ്വായുടെയും കാര്യത്തിലേക്ക് വരിക. ഇവര് പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുവരെ ദൈവത്തിന്റെ കൂടെ നടക്കുമായിരുന്ന, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷഭരിതരായി ജീവിച്ചിരുന്ന അവര് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? അവര് വളരെ പെട്ടെന്ന് അത്തിയിലകൾ തൂട്ടി തുന്നി ആദ്യം കുറച്ച് ഇല ഉപയോഗിച്ച് തങ്ങളെ തന്നെ മറച്ചു. എന്നിട്ടോ പോയി ഒളിച്ചിരുന്നു. ദൈവം വന്നിട്ട് ചോദിക്കുകയാണ്, ആദം നീ എവിടെയാണ്? ദൈവത്തിന്റെ ചോദ്യമാണ്, ആദം നീ എവിടെയാണ്? ദൈവം ചോദിക്കുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് അത്. നീ എവിടെയാണ്? വേർ ആർ യു? നീ അവിടെ പാത്തിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിന്റെ ആത്മാവ് ഇപ്പൊ എവിടെയാണ്? നീ ഇപ്പൊ എന്റെ കൂടെയാണോ? നീ സാത്താന്റെ കൂടെ ചേർന്നോ എന്ന് തുടങ്ങുന്ന അർത്ഥങ്ങളാണുള്ളത്. നീ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. നോക്കുക,
ആ സമയത്ത് ഈ ആദം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് കരുതുക, ദൈവമേ തെറ്റിപ്പോയി, നീ കഴിക്കരുതെന്ന് പറഞ്ഞത് ഞാനും അവളും കൂടി പറിച്ചു തിന്നു, എന്ത് ചെയ്യും ഇനി ദൈവമേ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ, ഞങ്ങളോടൊന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. എന്താണ് അതിന്റെ ഉറപ്പ്? പത്രോസ്ലീഹ തന്നെയാണ് ഉറപ്പ്. നോക്കുക, യൂദാസ് തള്ളിപ്പറഞ്ഞു. യൂദാസ് തള്ളിപ്പറഞ്ഞിട്ട് യൂദാസ് എന്താ ചെയ്യുന്നത്? ഈ ആദോ ഹവ്വായും ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവൻ നാണയത്തൊട്ടുകൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയി ഹാങ് ചെയ്തു, തൂങ്ങിച്ചെത്തു. അതുപോലത്തെ ഗൗരവമുള്ള തെറ്റാണ് പത്രോസ്ലീഹയും ചെയ്തത്. ഞാൻ അവനെ അറിയുകയില്ല എന്ന് തള്ളിപ്പറയുകയാണ് പത്രോസ് ചെയ്തത്. ഒറ്റിക്കൊടുക്കലും തള്ളിപ്പറയുന്ന ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പത്രോസ് എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ പാപിയാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. കർത്താവിനെ 2 കൈ നിന്നിട്ട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അവനെ മാർപ്പാപ്പ കൂടിയാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. തന്നെ തള്ളിപ്പറഞ്ഞ, ഒളിച്ചോടിയിട്ട് തള്ളിപ്പറഞ്ഞ പത്രോസിനെ കണ്ണുമടച്ച് മാർപ്പാപ്പയാക്കാൻ മാത്രം ഹൃദയവിശാലതയുള്ള കാരുണ്യവാനായ ദൈവം ഈ എട്ടും പൊട്ടും തിരിയാത്ത ആദം മാനസാന്തരപ്പെടാനുള്ള ചെറിയ മനസ്സ് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ, തെറ്റിപ്പോയി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്രാപിക്കുമായിരുന്നു. ഇതാണ് എന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ ഒക്കെ ഓർക്കണം, വെറുതെ ആദം ഹവ്വായും പാപം ചെയ്തു ദൈവം പുറത്താക്കി എന്നല്ല പറയേണ്ടത്. പാപം ചെയ്തു എന്ന് മാത്രമല്ല, അവർ മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഈ ആദം ഹവ്വായും ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ലാസറുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്. അതായത് മറച്ചു വെക്കുന്നു, കല്ലുരുട്ടി വെച്ച് അടച്ചു വെക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധനം എന്താണെന്നറിയാമോ? തന്നെ തുറന്നു കാണിക്കാൻ പറ്റാത്തതാണ്. ഈ അത്തിയിലകൾ കൂട്ടിത്തുന്നി പാത്തിരിക്കുന്ന ആദത്തിന്റെ ഇമേജ് തന്നെയാണ് ഈ തുണി ചൊതിഞ്ഞ് നിൽക്കുന്ന ലാസറിലുമുള്ളത്. ലാസർ ഉൾക്കൊള്ളുന്ന, ലാസർ സൂചിപ്പിക്കുന്ന മനുഷ്യവംശത്തിനുള്ളത്, നമ്മളൊക്കെ ചേരുന്ന മനുഷ്യവംശത്തിനുള്ളത്. ഇതെന്താണെന്നറിയോ? പാപം ചെയ്ത് കഴിയുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന പ്രശ്നം, അവന്റെ ബന്ധനം ഉണ്ടാകും എന്നുള്ളതാണ്. എന്താണ് ആ ബന്ധനം? അവനെ തന്നെ പൊതിഞ്ഞ് മാറ്റിവെക്കാനുള്ള തോന്നലാണ് ആ ബന്ധനം. എന്ന് വെച്ചാൽ പാപം ചെയ്ത് കഴിയുമ്പം അവന്റെ അശുദ്ധി ബോധ്യപ്പെടും, അവന്റെ നഗ്നത അവന് മനസ്സിലാകും, അവന്റെ അവസ്ഥ അവന് തിരിച്ചറിയാൻ പറ്റും. ആ നേരത്ത് അത് മൂടി വെക്കാനുള്ള പ്രവണതയുണ്ടാവും. അടച്ചു വെക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ അടച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നതോടുകൂടെ അവന്റെ അധപതനം ഏതാണ്ട് പൂർണ്ണമാകും. എന്ന് വെച്ചാൽ അവന്റെ ദൈവത്തിന്റെ മുൻപിൽ അവനെ തുറക്കാൻ പറ്റുന്നില്ല. നമ്മൾ തന്നെ നോക്കിയോളൂ. ഒരു മനുഷ്യൻ പാപം ചെയ്യുന്നു വിചാരിച്ചു, നമ്മളൊരാൾ പാപം ചെയ്യുന്നു വിചാരിച്ചു, ആദ്യം നഷ്ടപ്പെടുന്ന നമ്മുടെ പ്രാർത്ഥനയായിരിക്കും. പിന്നെ കുരിശ് വരയ്ക്കാൻ തോന്നിയാല, പള്ളി പോകാൻ തോന്നിയാല, കർത്താവിന്റെ മുഖത്ത് നോക്കാൻ തോന്നില്ല, ദൈവീക കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പാപത്തിൽ വസിക്കുന്ന മനുഷ്യന് ദൈവം അവനൊന്നും ചെയ്തിട്ടല്ല, അവൻ പാപം ചെയ്തു, അതുകൊണ്ട് അവന് തന്നെ ദൈവത്തെ നോക്കാൻ പറ്റാതാകും. ഇതാണ് അതിന്റെ പ്രശ്നം. അതായത് അന്ധകാരത്തിനകത്തിരിക്കുന്ന ഒരാൾ, കുറ്റാക്കുറ്റിരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു സെക്കൻഡിൽ സൂര്യനിലേക്ക് എങ്ങനെ നോക്കും? അവന് നോക്കാൻ പറ്റില്ല, അവന്റെ കണ്ണ് തന്നെ കത്തിപ്പോയെന്നിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മനുഷ്യന് ദൈവത്തെ നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇത് അവന്റെ പ്രശ്നമാണ്, അല്ലാണ്ട് ദൈവം അവനെ അങ്ങനെ അന്ധനാക്കി വെക്കുന്നതുകൊണ്ടല്ല. ഈ പ്രശ്നത്തെ അതിജീവിച്ചാൽ അവൻ രക്ഷപ്രാപിക്കും. അതാണ് പത്രോസ്ലീഹ ചെയ്യുന്നത്. സത്യത്തിൽ ആദം തകർന്നു വീണെടുത്തുനിന്നാണ് പത്രോസ് എഴുന്നേൽക്കുന്നത്. പത്രോസ് അതുപോലെയാണ് തകർന്നു വീണത്. പക്ഷെ അവിടുന്ന് പത്രോസ് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ കരഞ്ഞു. കർത്താവ് അവനെ വീണ്ടെടുത്തു. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് ദൈവത്തിന് അവനെ ഒന്നും വീണ്ടെടുക്കാൻ പറ്റാതെ പോയത്. മനുഷ്യവംശത്തെ അധപതനത്തിലേക്ക് പോകുന്നത് ദൈവത്തിനെ കണ്ടു നിൽക്കേണ്ടി വരുന്നതിന്റെ പുറകിലുള്ള കാരണം അവൻ പാപം ചെയ്തത് മാത്രമല്ല, ചെയ്ത പാപത്തെക്കുറിച്ച് അനുതപിക്കാത്തതാണ്, ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാത്തതാണ്, കാരുണ്യവാനായ കർത്താവിൽ ആശ്രയിക്കാത്തതാണ്, ചെയ്ത പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അവൻ ഉദ്ദേശിക്കാത്തതാണ്. ഇതാണ് അവന്റെ പ്രശ്നം. അതുകൊണ്ട് അതുവഴി അവൾക്ക് മനുഷ്യന് വന്നുപെട്ട ദുരന്തങ്ങളെ ഭൗമിക പശ്ചാത്തലത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരൻ നരേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അല്ലാതെ അവൾക്ക് ഗർഭാരിഷ്ടത ഉണ്ടായത് പാപം ചെയ്തുകൊണ്ടാണെന്ന് അതിനർത്ഥമില്ല. അതുപോലെ തന്നെ ഭർത്താവിനോട് ആസക്തി ഉണ്ടായിരിക്കുന്നത് അവൾ പാപം ചെയ്തുകൊണ്ടാണ് എന്നതിനർത്ഥമില്ല. പകരം അവളുടെ ക്ലേശങ്ങളുടെ ഒക്കെ ഉറവിടം ഈ തിരിച്ചു ചെല്ലാത്തതാണ് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. തിരിച്ചു ചെല്ലാത്തതാണ്. അഥവാ ദൈവത്തിന്റെ ഭവനത്തിലായിരിക്കുമ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. എന്നാൽ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നതോടുകൂടെ
സകലതും അവന് ക്ലേശകരമായിട്ട് മാറും എന്നാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയോട് പുരുഷനോട് പറയാണ്, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും, ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കലായാപനം ചെയ്യും, അത് മുള്ളും മുൾച്ചെടിയും നിനക്കായി മുളപ്പിക്കും. എന്ന് പറഞ്ഞാൽ മുള്ളും മുൾച്ചെടിയുള്ള മണ്ണ്, അവിടെ നീ അതിനോട് പടവെട്ടും, നീ അവിടെ കിളച്ച് മറിച്ച് വെയിൽ കൊണ്ട് വേർത്ത് പണിയെടുത്ത് നീ കഷ്ടപ്പെടും. എന്നിട്ടോ അത് മുള്ളും മുൾച്ചെടിയും നിനക്കായി മുളപ്പിക്കും. വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും, മണ്ണിൽ നിന്നെടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നത് വരെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കും. നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങും. ഇത് വെറുതെ ശാപം മാത്രമല്ല, ഒന്നാമത് അത് അവന്റെ അവസ്ഥയെക്കുറിച്ചുള്ള നരേഷനാണ്. നിനക്കിപ്പോ എന്ത് പറ്റിയിരിക്കുന്നു എന്നാണ്. എന്താണ് ഇതിന്റെ ഉള്ളിൽ എന്ന് ചോദിച്ചാൽ, അവന് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ കണ്ടു, അവൻ അത്തിയിലെ കൂട്ടി ചെന്നെ അവിടെ പാത്തിരുന്നു, ദൈവത്തോട് ബന്ധം നഷ്ടപ്പെട്ടു. ഇവർ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അവൻ പറഞ്ഞു, നീ എനിക്ക് തന്ന ആ സ്ത്രീ എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നീയും ഞാനും ഒക്കെയായി ആ ബന്ധം നഷ്ടപ്പെട്ടു. ഇനി എന്താ ഉള്ളത്? അവൻ വസിക്കുന്ന പ്രകൃതിയാണുള്ളത്. അവൻ വസിക്കുന്ന പ്രകൃതിയും അവന്റെ തന്നെ ജീവനവുമാണുള്ളത്. ഇതുപോലും അവനെതിരെ തിരിഞ്ഞു. നിന്റെ ശരീരം തന്നെ നിനക്കെതിരെ വേദനയുമായി തിരിയുന്നു. നിന്റെ ശരീരം തന്നെ നിനക്കെതിരെ വേദനയുമായി തിരിയും. നിനക്ക് സന്തോഷം നൽകേണ്ട ഒരു കുഞ്ഞിന്റെ ജന്മത്തിന്റെ സാഹചര്യം പോലും നിനക്ക് വേദനയായിട്ട് മാറുന്നു. ഫിസിക്കൽ വേദനയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും അതിനപ്പുറത്തുള്ള ചില രഹസ്യങ്ങളാണ് ഇതിന്റെ പുറകെ കിടക്കുന്നത്. അതുപോലെ നീ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തന്നെ നിനക്കെതിരെ തിരിയുന്നു. നീ ഭക്ഷിക്കുന്നത് സസ്യലതാദികളാണ്, ഈ മണ്ണിനെയാണ്, ഇതിൽ നിന്ന് കിളുത്തതിനെയാണ് നീ ഭക്ഷിക്കുന്നത്. പക്ഷേ അവ തന്നെ നിനക്കെതിരെ തിരിയുന്നു. അങ്ങനെ നീ ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതോടുകൂടെ സകലത്തിൽ നിന്നും നീ വിച്ഛേദിക്കപ്പെട്ടു എന്ന ദയനീയ അവസ്ഥ ദൈവം അവനോട് സംസാരിക്കുകയാണ്. അല്ലാണ്ട് ദൈവം അവനെ ശപിക്കുന്നതല്ല അവിടുത്തെ വിഷയം. കാരണം ദൈവത്തിന് ഒരിക്കലും ശപിക്കാൻ കഴിയില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം നന്മ മാത്രമായ ദൈവത്തിന് എങ്ങനെയാ നീ ഒരിക്കലും ഗുണം പിടിക്കരുതെന്ന് പറയാൻ തോന്നുന്നത്? അപ്പൊ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മാനസാന്തരപ്പെടാതിരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, നിന്റെ സിറ്റുവേഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ആലങ്കാരിക ഭാഷയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. എന്താണ് ഇവന് ശരിക്കും സംഭവിച്ചത്? ഇവൻ അവനോട് തന്നെയും സ്പ്ലിറ്റായി. അതായത് ഏറ്റവും ദൈവത്തോട് അവൻ ഭിന്നിച്ചു എന്നുള്ളത് ശരി, മറ്റു മനുഷ്യരോട് ഭിന്നിച്ചു എന്നുള്ളത് ശരി, അതിൻ്റെ അപ്പുറത്ത് അവനോട് തന്നെ ഭിന്നിച്ചു. അവനിൽ തന്നെ ബന്ധമില്ലാതായി, പ്രകൃതിയോടും ബന്ധമില്ലാതായി. അപ്പൊ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ശിക്ഷകൾ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എന്താണ്? ദൈവം അവനെ ഇങ്ങനെ പണിയെടുക്കാനായിട്ട് വിട്ടു, അതുവരെ മനുഷ്യന് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എന്നൊക്കെയാണോ അതിന്റെ അർത്ഥം? അല്ല. ഇത് ഏതുപോലെയാന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണ കഥ പറയാം. ദൈവത്തിന്റെ നിയമങ്ങൾ നിലനിൽക്കുന്ന ഭൂമി, ദൈവത്തിന്റെ നിയമം നിലനിൽക്കുന്ന ഭൂമിയിൽ മനുഷ്യൻ സ്വന്തമായിട്ട് തന്നിഷ്ടപ്രകാരമുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ അതാണ് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നീ പഴം പറിക്കരുത്, നന്മയെ തിന്മയെന്ന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, നീ അതിന്റെ മേൽ കൈവയ്ക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അവൻ അതിന്റെ മേൽ കൈവയ്ക്കുന്നു. എന്നതുപോലെ ഒരു മകൻ അപ്പനവിടെ വീട്ടിലെ നിയമങ്ങളൊക്കെ ഉണ്ട്, മകൻ പറയാണ് ഇനി എന്റെ നിയമമാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായി അപ്പൻ പറയും, ഞാനാണ് അപ്പൻ, ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, ഞാനാണ് തീരുമാനിക്കും. നീ എത്രമാത്രം ബലം പിടിച്ചാൽ നീ അപ്പനാകാനൊന്നും പോകുന്നില്ല. നീ എനിക്കൊരു അപ്പനാകാൻ പറ്റുമെന്നല്ല പറയണേ, നീ എന്റെ അപ്പനൊന്നും ആകാൻ പോകുന്നില്ല. അതൊരിക്കലും സംഭവിക്കില്ല. കാരണം ഞാനാണ് നിനക്ക് ജന്മം നൽകിയത്. ഒരിക്കലും അങ്ങനെ അല്ല സംഭവിക്കില്ല. അതുകൊണ്ട് ഇവിടെ ഒരു അപ്പനേ ഉള്ളൂ. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഈ ഭവനത്തിന്റെ സന്തോഷം അനുഭവിച്ച് എൻ്റെ കൂടെ ജീവിക്കാം, അങ്ങനെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇല്ലെങ്കിൽ നീ ഇവനെ പുറത്തു പോവുക, അല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല എന്ന് സ്വാഭാവിക അപ്പം പറയും. ഇറങ്ങണ വെളിയിൽ എന്ന് പറയും സ്വാഭാവികമായി. അപ്പൊ അവൻ ഇറങ്ങി പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവാണ്, എനിക്ക് ഇവിടെ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അവൻ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് അവന് പണി വല്ലതും വേണമല്ലോ, ജീവിക്കണമല്ലോ. എല്ലായിടത്തോടെ അലഞ്ഞു നടന്നു, ഒരു പണിയും കിട്ടിയില്ല. അപ്പൊ അവസാനം അവനറിയാം, അവൻ അവസാനം കറങ്ങി തിരിഞ്ഞ് വീട്ടിലോട്ട് തന്നെ തിരിച്ചു വന്നപ്പോ അപ്പം പറഞ്ഞു, പോയവൻ തിരിച്ചു വന്നാ കയറി വാങ്ങോട്ട് എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ അങ്ങനെ വന്നതല്ല. പിന്നെന്താ നീ വന്നേ? എനിക്ക് ഒരു വാക്കേ ഉള്ളൂ, ഞാൻ ഇറങ്ങിയത് തന്നെയാണ്. പിന്നെ നീ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഇവിടെ പണി വല്ലതും ഉണ്ടോ? പണിയുണ്ടേ പറയൂ, ജോലിക്ക് ആളെ വേണമെങ്കിൽ പറഞ്ഞു, ശമ്പളം തരണം, പണിയെടുക്കും. ഓഹോ, അങ്ങനെയാണോ? എന്നാ ശരി, നീ പണിയെടുത്തു. എന്താ നിനക്ക് ഇവിടെ ശമ്പളം? എനിക്ക് ഇത്ര രൂപ ശമ്പളം വേണം. ഓക്കെ, ആയിക്കോട്ടെ, നിന്നെ ഞാൻ പണിക്കെടുത്തിരിക്കുന്നു എന്ന് അപ്പൻ പറയുന്നു എന്ന് കരുതുക, ചുമ്മാ സങ്കല്പിക്കും. അങ്ങനെ അവൻ വീട്ടിൽ കയറുന്നു. അപ്പൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ പറയുന്നു, വന്നോ കൊടുത്തി, പാലെടുത്തു, റബ്ബർ വെട്ടിക്കൂ, ഈ കൊട്ട പിടിച്ചു. അവൻ തിരിച്ചു വരുന്നു. വരുമ്പോഴേക്കും അമ്മ പറയുന്നു, വെള്ളം കോരുന്നു, പാത്രം കഴുകുന്നു. ഇങ്ങനെയൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസത്തിന്റെ വൈകുന്നേരത്തിൽ അവൻ എൻ്റെ കൂലി എടുക്കൂ, അപ്പൊ അപ്പൻ കൂലി കൊടുക്കുന്നു, അവനത് മേടിച്ചു പോകുന്നു. സത്യത്തിൽ ഇവൻ പണ്ട്
ആ വീട്ടിലായിരുന്നപ്പോ എന്താ ചെയ്തോണ്ടിരുന്നത്? ഇതൊക്കെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൻ്റെ കൂടെ രാവിലെ റബ്ബർ വെട്ടാൻ പോകും. എൻ്റെ അമ്മ ചിലപ്പോൾ ഇടച്ച് വെള്ളം കോരി തടാന്ന് പറയുമ്പോൾ വെള്ളം കോരി കൊടുക്കും. എടാ കഞ്ഞി കുടിച്ച് പാത്രം എൻ്റെ കൂടെ അമ്മയുടെ ഒന്ന് കൂടാന്ന് പറയുമ്പം അവനെ കുറിച്ച് കുടിച്ചാൽ പാത്രം കഴിയും. ഈ വീട്ടിലെ പണികളൊക്കെ തന്നെയാണ് അവൻ ചെയ്തിരുന്നത്. പക്ഷെ വ്യത്യാസം എന്താന്ന് നോക്കിയേ, അപ്പനോടുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തു പോകുന്നത് വരെ അവൻ ഈ ജോലികളൊക്കെ തന്റെ പിതൃഭവനത്തിന്റെ സ്നേഹത്തിന്റെ പങ്കാളിത്തമായിരുന്നു. അവന്റെ വീട്ടിലൊരു പണിക്കാരൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പോലെ അല്ലായിരുന്നു അവൻ. ഇവൻ ആ കുടുംബത്തിന്റെ അംഗമാണ്, അതിന്റെ സന്തോഷമാണ് അവൻ അനുഭവിക്കുന്നത്. അങ്ങനെയായിരുന്നു അത്. എന്നാൽ വൺസ് ഒരിക്കൽ അത് പുറത്തിറങ്ങിയതോടുകൂടെ, അവൻ അവിടുന്ന് ഉപേക്ഷിച്ചു പോയതോടുകൂടെ എന്തുണ്ടായി? അവൻ ആ വീട്ടിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ അവന് പണിയായി മാറി, ജോലിയായി മാറി, തൊഴിലായി മാറി. ശമ്പളം മേടിക്കുകയും വെറുതെ പണിയെടുക്കുകയും ചെയ്യുന്നു. എന്താ പ്രശ്നം? ആത്മബന്ധമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആത്മബന്ധവും സ്വന്തമായിരിക്കലും നഷ്ടപ്പെട്ടു. പിന്നെ അവൻ അവിടുത്തെ വെറും പണിക്കാരനാണ്. മകനാണ്, പക്ഷെ അവൻ അവിടെ വെറും പണിക്കാരനാണ്. ഈ വ്യത്യാസമേ ആദത്തിന് ഫോളിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടുള്ളൂ. അതായത് മുൻപും ഈ ആദവും ഹവ്വായും ആ നരേഷൻ അഥവാ മനുഷ്യവംശം ദൈവത്തിന്റെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് അവിടെ അവൻ പണിയെടുത്ത് തന്നെ ജീവിക്കുന്നത്. അവന് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, പിന്നെ അല്ലാണ്ട് മുട്ട വിരിഞ്ഞൊന്നല്ല കുഞ്ഞുണ്ടാകും. നാട്ടുകാർ പറയണ പോലെ കുഞ്ഞുണ്ടാകും സാധാരണ പോലെ പ്രസവിച്ചു തന്നെയാണ്. അതിന് വേദനയും ക്ലേശവും ഒക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ്? പഴം ഇങ്ങനെ പറന്നു വന്ന് ആത്തിന് വായി കയറുമായിരുന്നാണ് നിങ്ങൾ കരുതുന്നത്? അങ്ങനെയല്ല. അവൻ തന്നെ പഴങ്ങൾ പറിച്ച് തേടി നടന്നും മരത്തെ വലിഞ്ഞു കയറി പഴം പറിച്ചും കിഴങ്ങ് മാന്തി തിന്നും അതിന്റെ വിത്ത് കുഴിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് മനുഷ്യവംശം ജീവിച്ചിരുന്നത്. പക്ഷെ ദൈവത്തോടൊത്ത് അവൻ ഇതൊക്കെ ചെയ്യുമ്പം അവന് പിതാവിന് ഒരു കൊച്ച് അപ്പന്റെ കൂടെ പറമ്പിലൊക്കെ പോയിട്ട് കുഞ്ഞു പണിയൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ അവന് ഭയങ്കര സന്തോഷമാണ്. വീട്ടിലിരിക്കുന്നത് അപ്പനും അമ്മയും പറമ്പിൽ പണിയെടുക്കുമെന്ന് ചോദിച്ചു. പിള്ളേരെ കണ്ടിട്ടില്ലേ? അവർ ഓടി ചെന്ന് പാവൽത്തോട്ടത്തിനകത്തൊക്കെ നടന്ന് അതിനൊക്കെ കൂടെ ചെയ്ത് നടക്കും. അവനത് പണിയായിട്ടും തോന്നിയില്ല. അത് സന്തോഷമാണ്. അവരുടെ കൂടെ നടക്കുന്നതാണ് അവന്റെ സന്തോഷം. അപ്പൊ ചിലപ്പോൾ അപ്പൻ പറയുമായിരിക്കും, എടാ ഞാൻ പറിക്കണ പാവയ്ക്ക് നീ കൊണ്ട് കൊട്ടയ്ക്കകത്തുണ്ടോ കേട്ടോ, അവനെ കൊണ്ട വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അടുത്തതായെന്നൊക്കെ പറഞ്ഞ് ഓടി വരികയൊക്കെ ചെയ്യും. ഇങ്ങനെ അവന് ഭയങ്കര സന്തോഷത്തോടു കൂടി അതിനകത്ത് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അവൻ അതേ അവസ്ഥയിൽ തുടരുമ്പോഴും അവന്റെ ഉള്ളിൽ അവൻ അടിമയായി തീർന്നു, പണിക്കാരനായി മാറിയെന്നാണ് ഇതിന്റെ അർത്ഥം. അല്ലാതെ അന്നേരമല്ല തൊഴിലുണ്ടാകുന്നത്, അന്നേരമല്ല ഗർഭാരിഷ്ഠത ഉണ്ടാകുന്നത്. ഇതൊക്കെ അവന് അല്ലെങ്കിൽ അവൾക്ക് സഹനമായി മാറിയെന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വച്ചാൽ വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത് എന്നറിയാമോ? ഈ ഭൂമി ശരിക്കും സ്വർഗമായി ഇരിക്കേണ്ടതായിരുന്നു എന്നാണ്. ഈ ഭൂമി ശരിക്കും നിനക്ക് സ്വർഗമായി ഇരിക്കേണ്ടതായിരുന്നു. പകരം നീ പാപം ചെയ്തപ്പോഴാണ് ഈ ഭൂമിയിലുള്ളതൊക്കെ നിനക്ക് ഭാരമായി മാറിയത്. അത് വെറുതെയല്ല, അത് ഭാരമായി മാറിയത് അന്നേരമാണ്. നമുക്കറിയാലോ, ഒരു ഭാരം പണ്ടത്തെ വളരെ ഫേമസ് ആയിരുന്ന ഒരു ചിത്രവും അതിന്റെ കൊട്ടേഷൻ ഞാൻ ഓർക്കുക. പണ്ട് പല സ്ഥലത്തും ഞാനത് കണ്ടിട്ടുണ്ട്. അതായത് ഒരു കൊച്ച് അരക്കി കീഴ്പോട്ട് തളർന്ന അനിയനെ എളിയിൽ വെച്ചിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ കാലി കെട്ടി വെച്ചിട്ട് കൈ ഇങ്ങനെ മോളിക്കോടെ ഇട്ടിട്ട് ഇങ്ങനെ കഴുത്ത് തൂങ്ങിക്കിടക്കാണ്. ഈ വവ്വാല് തൂങ്ങിക്കിടന്ന പോലെ കാലിൽ തളർന്ന അനിയൻ തൂങ്ങിക്കിടക്കാണ്. അപ്പൊ ഒരാള് അവനോട് ഇങ്ങനെ ചോദിക്കുക, നിനക്ക് ഇത്രയും ചുമന്ന് നടക്കാൻ പറ്റും, നല്ല ഭാരമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞ മറുപടി, ഭാരമല്ല ഇത് അനിയനാണ് എന്നാണ്. ഭാരമല്ല ഇത് അനിയനാണെന്നാണ് പറയുന്നത്. അതൊരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. സത്യത്തിൽ ഈ കാഴ്ചപ്പാടിന്റെ തിരിച്ചറിവിന്റെ ഡിഫറൻസ് ആണ് ഈ മനുഷ്യവംശത്തിനുണ്ടാകുന്നത്. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടതോടുകൂടെ അവന് ലോകത്തെ ദൈവത്തിന്റെ കണ്ണിലൂടെ കാണാൻ പറ്റാതാവും. കർത്താവ് അരുൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്താ അതിന്റെ അർത്ഥം? ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഈ പ്രകാശം എന്ന് പറയാൻ കാരണം? പ്രകാശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മീനിങ് ആണ്. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങളൊരു സാധനം കാണുന്നത്? മുറ്റത്ത് കിടക്കുന്ന ഒരു കാറ്, പുറത്ത് നിൽക്കുന്ന ഒരു മരം, നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കണ്ണുകൊണ്ടാണ് കാണുന്നതെന്ന് വിചാരിക്കും. സത്യത്തിൽ കണ്ണുകൊണ്ടല്ല കാണുന്നത്. ഫുൾ ഇരുട്ടാന്ന് വിചാരിച്ചു. കണ്ണുണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? കാണുന്നത് സത്യത്തിൽ പ്രകാശം കൊണ്ടാണ്. അതായത് ഈ പ്രകാശം രശ്മി ആ മരത്തിൽ പോയി തട്ടിയിട്ട് എന്റെ കണ്ണിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ആ മരം ഉണ്ടെന്ന് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്നു. നിങ്ങൾ എന്നെ കാണുമ്പോൾ ഈ ഇട്ടേക്കുന്ന ഉടുപ്പിന്റെ നിറം എന്താണ്? വെള്ളയാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു പാടുമില്ല. വെള്ള നിറമാണ് ഇത്, അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഈ മുറിയിലെ എല്ലാ ലൈറ്റും റെഡ് ആണെന്ന് വിചാരിക്കുക. ചുമന്ന ലൈറ്റ് ഞാൻ മൊത്തം ഇട്ടേക്കുന്നു. അപ്പൊ ഈ ഉടുപ്പിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പായിരിക്കും, അല്ലെ? അപ്പോ ഇതിന്റെ നിറം തീരുമാനിക്കുന്നത് കണ്ണാണോ ലൈറ്റാണോ? കണ്ണുമല്ല, കളറുമല്ല, ലൈറ്റാണ് തീരുമാനിക്കുന്നത്, അല്ലെ? കർത്താവ് അരുൾ ചെയ്യുകയാണ്, ഈ സൃഷ്ടപ്രപഞ്ചത്തെയും മനുഷ്യരെയും മുഴുവനും കാണാനുള്ള പ്രകാശം ഞാനാണ്. ചുമന്ന ലൈറ്റിലൂടെ നോക്കിയത് ചുമന്നായിട്ട് കാണുമെങ്കിൽ, വെള്ള ലൈറ്റിലൂടെ നോക്കിയാൽ വെള്ളയായി കാണുമെങ്കിൽ, ഈ ലോകത്തെ നീ സാത്താന്റെ കണ്ണിലോട്ട് നോക്കിയാൽ മൊത്തം തിന്മയായി കാണും. നിന്റെ കണ്ണിലോട്ട് നോക്കിയാൽ മാനുഷികമായി കാണും. ദൈവത്തിന്റെ കണ്ണിലോട്ട് നോക്കിയാൽ ഡിവൈനായിട്ട് കാണും.
ഈശോ അരുൾ ചെയ്യാണ്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം. അതായത് ഈ ലോകത്തെ കാണാൻ നിന്നെ സഹായിക്കുന്ന വെളിച്ചമുണ്ടല്ലോ, അത് ഞാനാണ്. എന്ന് വെച്ചാൽ നീ കാണാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ലൈറ്റ് ഞാനാണ്. കാരണം എന്താ? ഈ ഞാനാണ് ഇതൊക്കെ സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവ് ഞാനാണ്. അതുകൊണ്ട് ഞാനായിരിക്കുന്ന സൃഷ്ടാവിന്റെ കണ്ണിലൂടെ കാണുക എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. സൃഷ്ടാവിന്റെ കണ്ണിലൂടെ കാണുക. വെറുതെ ചുമ്മാ മനസ്സിലാക്കാനായിട്ട്, ഒരു ഭംഗിയുമില്ലാത്ത ഒരു കുട്ടി എന്നങ്ങ് സങ്കല്പിക്കുക. അങ്ങനെ കുട്ടികളൊന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു ഭംഗിയില്ലാത്തൊരു കുട്ടി എന്ന് നിങ്ങൾ ഒരു കൊച്ചിനെ കാണുമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആ കൊച്ചിന്റെ അമ്മയുടെ കണ്ണിൽ കൂടെ ഒന്ന് കയറി നോക്കിക്കേ, ആ കുട്ടി എങ്ങനെ ഉണ്ടാവും? നല്ല സൗന്ദര്യമുള്ള കുട്ടി അല്ലേ? ആ കുട്ടി ഒരു കാണാൻ കൊള്ളാത്ത കുട്ടി എന്ന് പറഞ്ഞാൽ ആ ഓ എന്ന് പറയൂ, നമ്മൾ പറയും. പക്ഷെ അതിന് അപ്പൊ കാണുന്ന കാഴ്ചപ്പാടാണ് അതിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പം അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മിശിഹായിലൂടെ നമ്മൾ ഈ ലോകത്തെ കാണണം. എന്ന് വെച്ചാൽ അവിടുത്തെ പ്രബോധനങ്ങളിലൂടെയും അവിടുത്തെ വീക്ഷണത്തിലൂടെയും അവിടുത്തെ ജീവിതത്തിലൂടെയും ടോട്ടാലിറ്റിയിൽ മിശിഹ എന്ന ദൈവിക വ്യക്തിയിലൂടെ വേണം നമ്മൾ ഈ ലോകത്തെ കാണാൻ, പ്രപഞ്ചത്തെ കാണാൻ, മനുഷ്യനെ കാണാൻ. അതാണ് ഇവന് നഷ്ടപ്പെട്ടു പോകുന്നത്. ദൈവത്തിന്റെ കണ്ണിലൂടെ, ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെ ഈ ലോകത്തെ കാണാൻ കഴിയാത്ത മനുഷ്യർക്ക് ഇവിടെയുള്ളതെല്ലാം ദുരന്തമാണ്. എല്ലാം ദുരന്തമാണ്. ദൈവത്തിന്റെ കണ്ണിലൂടെ കാണാൻ കഴിയാത്തവന് ഇതെല്ലാം ദുരന്തമാണ്. ഇതാണ് ഇവർക്ക് പറ്റുന്നത്. അതുവരെ ദൈവത്തിന്റെ കൂടെ നടന്നവർക്ക് ദൈവം ഉലാത്താൻ പോകുമ്പോൾ ദാ മരം എന്ന് ദൈവം കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ കണ്ണിലൂടെ ആ മരത്തെ കണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെ കഴിഞ്ഞിരുന്ന അവൻ പൊടുന്നനവേ അവന്റെ കണ്ണിലൂടെ ഇതൊക്കെ കാണാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ ഈ മണ്ണും ഭൂമിയും അവന്റെ തന്നെ ജീവിതവും പ്രസവവും ഉൾപ്പെടുന്നതെല്ലാം ദുരന്തമായി മാറിയത്. കർത്താവ് അവനോട് പറഞ്ഞ കാര്യം ഇതാണ്, നിനക്ക് എന്നോട് ബന്ധമില്ലാത്തപ്പം നീ നോക്കുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. നിനക്ക് എന്നോട് ബന്ധമില്ലാത്തപ്പം നീ കാണുന്നതൊക്കെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇത് നമ്മുടെ അനുദിന ജീവിതത്തെ എല്ലാ മേഖലയിലും അതൊരു ദാമ്പത്യ ബന്ധമെന്ന് വിചാരിച്ചു. ഈ പരിശുദ്ധ കൂദാശ, വിവാഹം എന്ന പരിശുദ്ധ കൂദാശയിലൂടെ ദമ്പതികളായി തീർന്ന ആളുകൾ ആ ദാമ്പത്യത്തിന്റെ കൃപാവരത്തിന്റെ കണ്ണിലൂടെ, സഭയുടെ മിശിഹായുടെ കണ്ണിലൂടെ ആ ദാമ്പത്യത്തെ കണ്ടില്ലെങ്കിൽ അത് ഇമ്മ മാനുഷികമായ ഒരു കാര്യമാണ്. അത് ഭയങ്കര ദുരന്തമായിരിക്കും, ഭയങ്കര പാടായിരിക്കും. അതേസമയം അത് കാണേണ്ട കണ്ണിലൂടെ കണ്ടാൽ അത് ഉചിതമായിരിക്കും. ഇതിന്റെ പ്രശ്നമാണ് മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് കർത്താവ് വിളിച്ചത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറയുന്നത്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അതായത് ഈ ലോകത്തെ കാണേണ്ട കാഴ്ചപ്പാടിന്റെ വെളിച്ചം അവിടുന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സുവിശേഷ ലോകമെങ്ങും എത്തിക്കേണ്ടത്. സകല മനുഷ്യർക്കും ഈ പ്രപഞ്ചത്തെ ശരിയാം വിധം കാണാൻ ഉള്ള കാഴ്ചപ്പാടുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെറുതെ ആലോചിച്ചു, ഈ പ്രകാശം കേടുപിടിച്ചതാണെങ്കിലോ, അതായത് ഒരു കാലത്ത് സൂര്യൻ എന്തോ പ്രശ്നം പറ്റിയിട്ട് ബ്രൗൺ റേസ് മാത്രമാണ് ഈ ഭൂമിയിലേക്ക് വരുന്നതെന്ന് വിചാരിച്ചു. ഭൂമി മുഴുവൻ ബ്രൗൺ ആയിരിക്കും, ബ്രൗണിഷ് ആയിരിക്കും ഭൂമി മുഴുവൻ, അവന് കാണാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവമാകുന്ന പ്രകാശത്തിലൂടെ ഈ പ്രപഞ്ചത്തെയും അതിന്റെ നിയമങ്ങളെയും അതിന്റെ അസ്തിത്വത്തെയും അതിനോട് നമുക്കുള്ള ബന്ധത്തെയും എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവത്തിന്റെ പ്രകാശത്തിലൂടെ, ദൈവമാകുന്ന പ്രകാശത്തിലൂടെ, ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിലൂടെ, ദൈവത്തിന്റെ കണ്ണിലൂടെ, അല്ലെ ദൈവം ചൊരിയുന്ന വെളിച്ചത്തിലൂടെ കാണാൻ കഴിഞ്ഞാലോ, ആ അവസ്ഥയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. ആ അവസ്ഥയാണ് പർദീസ എന്ന് വിളിക്കുന്നത്. ആ അവസ്ഥയിലായിരുന്നു അവർ. ഇത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന ദൈവത്തിന്റെ അവനോടുള്ള പരിവേദനമാണ് ഈ ശാപം പോലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സത്യത്തിൽ അത് ശാപമൊന്നുമല്ല. അതുകൊണ്ട് അതിനെ ദൈവം ശപിച്ചു എന്ന് കരുതേണ്ട ആവശ്യമില്ല എന്നാണ് 14 മുതൽ 3-ാം അധ്യായം 14 മുതൽ 19 വരെയുള്ള വാചകങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇനി 20-ാമത്തെ വാചകം ഭയങ്കര ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു എന്നാണ് അത്. അതിനു മുമ്പ് അവൻ അവളെ വിളിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്നാണ് അവൻ അവളെ വിളിച്ചത്. ആദ്യം മനുഷ്യനെ 2-ാം അധ്യായം 22-ാം തിരുവചനം അതിനകത്ത് നമ്മളിങ്ങനെ വായിക്കും, മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും, നരലിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും എന്നൊക്കെ സുവിശേഷകാരനാണ് വിശുദ്ധീകരണക്കാരനാണ് സംസാരിക്കുന്നത്. എന്നാൽ 20-ാം അടുത്ത അധ്യായത്തിൽ 3-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു എന്നാണ് അത്. എന്താണ് അതിന്റെ ഉള്ളിലുള്ള അർത്ഥം? അതിന്റെ ഉള്ളിലുള്ള അർത്ഥം എന്താണെന്നറിയാമോ? അതിന് മുൻപ് നമ്മൾ വായിച്ച ഒരു ഭാഗമാണ്. എന്താണെന്നറിയാമോ? ദൈവം
ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു, സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു. എന്നിട്ട് അവയൊക്കെ ദൈവം അവന്റെ മുൻപിൽ കൊണ്ടുവന്നു. എന്നിട്ടോ അവൻ അവയ്ക്ക് പേരിട്ടു, അവൻ വിളിച്ചവ അവയ്ക്ക് പേരായി തീർന്നു എന്ന് നമ്മൾ വിശദീകരണത്തിൽ വായിക്കും. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ഈ മനുഷ്യന് പ്രപഞ്ചത്തിന്റെ മേൽ ആധിപത്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പേരെടുത്ത് വിളിക്കുക എന്ന് പറയുന്നത് ആധിപത്യത്തിന്റെ അടയാളമാണ്, അഥവാ അധികാരത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽക്കാർ ദൈവത്തെ പേര് വിളിക്കുമായിരുന്നില്ല. ദൈവം വെളിപ്പെടുത്തിയത് ഞാൻ ആകുന്നു എന്ന് വെളിപ്പെടുത്തി, യഹോവ എന്ന് വെളിപ്പെടുത്തി, യാവേ എന്ന് വെളിപ്പെടുത്തി, യാഹവാഹ എന്നാണ് അക്ഷരങ്ങൾ എഴുതുന്നത്, വെളിപ്പെടുത്തി എന്നവർക്കറിയാം. പക്ഷെ അവരൊരിക്കലും യഹോവ എന്ന് വിളിക്കില്ല, അദോണായി എന്നോ മറ്റെന്തെങ്കിലും വിളിക്കും. അങ്ങനെ എഴുതും, പക്ഷെ പറയില്ല. കാരണം ദൈവത്തെ പേര് പറയാൻ നമ്മൾ ആരാണ് എന്നതാണ് അതിന്റെ കാര്യം. ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിൽ പോലും അപ്പനെ പേര് വിളിക്കൂ, ജോസെ എന്ന് വിളിക്കൂ. അങ്ങനെ സാധാരണഗതിയിൽ മാന്യമായ കുടുംബങ്ങളിൽ നിന്നും അങ്ങനെ വിളിക്കുകയല്ലായിരിക്കും, അങ്ങനെ സാധാരണ വിളിക്കില്ല. അപ്പനാണെങ്കിലോ ജോലിക്കുട്ടി എന്നങ്ങ് വിളിക്കും, അല്ലെ? അപ്പനായതുകൊണ്ട് പേര് വിളിക്കാം. അല്ലാണ്ട് അനിയൻ കയറി പേര് വിളിക്കാം, എടാ ചേട്ടാന്ന് വിളിക്കടാ എന്നൊക്കെ പറയും, മൂത്തവർക്ക് വിളിക്കാം. അപ്പൊ അതാരാ പേര് വിളിക്കൽ ഒരു അധികാരത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ക്ലാസ്സിൽ, നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് ഓർക്കണം. അതുകൊണ്ടാണ് അയലോക്കത്തെ വീട്ടിലൊരു കൊച്ചിന് നിങ്ങളങ്ങ് പേരിട്ട് എങ്ങനെ ഉണ്ടാവും? വെറുതെ നാലും ചെയ്യും. അപ്പുറത്തൊരു കൊച്ചുണ്ടായി, അവിടെ നിങ്ങൾ പറയാം, ഇനി മുതൽ നിന്റെ പേര് ഇനി ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു പേരം കിട്ടി കഴിഞ്ഞാൽ അവർ ഓടിക്കും നിങ്ങളെ. കാരണം എന്റെ കൊച്ചിന്റെ പേരാ, നീ ആരാടാ എന്നായിരിക്കും ചോദിക്കാൻ പോകുന്നു. പേരിടൽ ഒരു ആധിപത്യത്തിന്റെ അടയാളമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാമോ? പാപം ചെയ്തു കഴിയുമ്പോൾ ആദം അവളെ ഹവ്വ എന്ന് വിളിച്ചു എന്നാണ്. തുല്യരായി സൃഷ്ടിക്കപ്പെട്ടവരായിരുന്നു മനുഷ്യൻ. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വിശുദ്ധീകരണത്തിൽ വായിച്ചത്. ദൈവം മനുഷ്യനെ, ഹ്യൂമൻ ബീയിങ് ഇസ് ഈക്വൽ, എങ്ങനെ? ടുഗെദർ മെൻ ആൻഡ് വിമൻ. അപ്പോഴാണ് മനുഷ്യനുണ്ടാകുന്നത്. അങ്ങനെ അവർ തുല്യരായിരുന്നു. അവന്റെ ഭാഗം തന്നെയായിരുന്നു, അവന്റെ അസ്ഥിയുടെ അസ്ഥിയും അവന്റെ മാംസത്തിന്റെ മാംസം, അഥവാ അവന്റെ തന്നെ ഭാഗം, അവൻ തന്നെയായിരുന്നു അത്. പക്ഷെ ഇപ്പോഴെന്താ സംഭവിച്ചത്? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങി എന്നാണ്. അതായത് ഈ പാട്രിയാർക്കിയൽ കൾച്ചർ എന്നൊക്കെ നമ്മളിപ്പോൾ പറയുകയൊക്കെ ചെയ്യുന്ന പുരുഷ ആധിപത്യത്തിന്റെ പിറകിലും മനുഷ്യ പാപമാണുള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് പാപം സംഭവിച്ചു കഴിയുമ്പോഴാണ് ആധിപത്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിലോ സാഹോദര്യമാണ് ഉണ്ടാവുക. പാപത്തിന്റെ റിസൾട്ടാണ് ആധിപത്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ പുരുഷന് സ്ത്രീയുടെ മേലെ ആധിപത്യം മാത്രമല്ല, ലോകത്തിലെ സകല ആധിപത്യങ്ങളും അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് തന്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്, വീണ്ടെടുപ്പിന് ശേഷം കർത്താവിന്റെ അപ്പസ്തോലന്മാർ പറയുകയാണ്, ഭൂമിയിലെ വിജാതീയ രാജാക്കന്മാർ മനുഷ്യരുടെ മുകളിൽ ആധിപത്യം പുലർത്തുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. അതായത് പാപം ചെയ്തവർ ചെയ്യുന്ന വിധത്തിലല്ല നിങ്ങൾ ഭരിക്കേണ്ടത്. ഭരിക്കണം, അവരെ നയിക്കണം, ശാസിക്കണം, തിരുത്തണം ഒക്കെ വേണം. പക്ഷെ ആധിപത്യം എന്ന് പറയുന്നത് ചവിട്ടി താഴെയിടലാണ്, കാൽക്കീഴിലാക്കലാണ്. അത് ആധിപത്യ പ്രവണതയാണ്. ഈ ആധിപത്യ പ്രവണത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ വിളിക്കുന്ന മനുഷ്യർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് അവർ തർക്കിച്ചുകൊണ്ടിരുന്നതൊക്കെ നമ്മൾ വായിക്കുന്നത്. അതിനുശേഷമാണ് അവർ ഈശോയുടെ അപ്പസ്തോലന്മാരായി മാറുന്ന, പൗരോഹിത്യം സ്വീകരിക്കുന്ന, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ കൂട്ടായ്മയുടെ ശുശ്രൂഷകരായിട്ട് മാറുന്നതും പത്രോസ്ലീഹയൊക്കെ സഭയെ ഭരിക്കുന്നതും ഭയങ്കര അത്ഭുതകരമായിട്ട് നമ്മൾ കാണണം. എന്ന് വെച്ചാൽ അതിന്റെ ഒരു നല്ല ഉദാഹരണം കിടക്കുന്നത് ഈ അപ്പസ്തോല പ്രവർത്തനം 15-ാമത്തെ അധ്യായത്തിലെ ജെറുസലേം സൂനദോസിനകത്താണ്. ഈ പരിച്ഛേദനം വേണോ വേണ്ടയോ എന്നുള്ളതാണ് ചർച്ച. ഒരു സൈഡില് ആരാണ്? പൗലോസ്ലീഹയാണ്, മറുവശത്ത് ആരാ? മാർപ്പാപ്പയാണ് നിൽക്കുന്നത്. ഈ മാർപ്പാപ്പയും പൗലോസിനെയും കൂടി കൂട്ടാണ് തർക്കം. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് സഭയ്ക്കെതിരെ കൊല്ലാൻ നടന്നിരുന്ന, എവിടെയെങ്ങാണ്ട് പോയിട്ട് 14 വർഷം പാത്തിരുന്നിട്ട് വന്നേക്കുന്നു എന്ന് ഇവർ വിചാരിക്കാവുന്ന പൗലോസാണ് ഇതുവരെ ഇല്ലാത്തൊരു പാരമ്പര്യമായിട്ട് വരുന്നത്. യഹൂദ പാരമ്പര്യം ഒന്നും ഇല്ലാതെ നേരെ മാമൂസ് കൊടുക്കാന്ന് പറയും. അപ്പൊ പത്രോസ് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ, യഹൂദ വംശത്തിൽ നിന്നാണ് ഞങ്ങളൊക്കെ മാമൂസ് ധരിച്ചിട്ടുള്ളത്. പഴയ നിയമ കാലഘട്ടം സത്യത്തിൽ ദൈവത്തിന്റെ ജനം, അപ്പൊ അതിലൂടെയാണ് മിശിഹ വന്നത്. അപ്പൊ അതുകൊണ്ട് ആ ട്രാക്കിൽ കൂടെ തന്നെ വരട്ടെ എന്നാണ് വളരെ യുക്തിസഹജമായി തന്നെ പത്രോസ് നിലപാടെടുക്കുന്നത്. ഈ രണ്ട് തർക്കവും കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ കൗൺസിലിന്റെ അവസാനം എന്താ? പത്രോസ് തന്നെ ഡിക്ലെയർ ചെയ്യാണ്, പൗലോസ് പറഞ്ഞാണ് ശരി, പൗലോസ് പറഞ്ഞതുപോലെ നടക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ പത്രോസ്ലീഹ ആ സിനഡിന്റെ ഹെഡാണല്ലോ, മാർപ്പാപ്പയാണല്ലോ. എങ്ങനെയാണ് ഭരിക്കുന്നതെന്ന് ഓർത്ത് നോക്കുക. ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്നല്ല, ശരി ഏതാണ് അതെടുക്കണം എന്നാണ്. രണ്ടും ഭയങ്കര വ്യത്യാസമുണ്ട്.
ഞാൻ പറഞ്ഞു ആ മുയലിന് 3 കൊമ്പുണ്ട് എന്ന് പറയുന്ന ആധിപത്യമാണ്. എന്നാൽ രണ്ടും പരിശോധിച്ചിട്ട് ഞാൻ തന്നെ പറയുന്നു അവൻ പറഞ്ഞതാണ് ശരി. അവിടെയും പത്രോസ് തന്നെ പറയും, ഞാൻ തന്നെയാണ് പറയുന്നത്. പണ്ടിങ്ങനെ ഈ ഒരു പണ്ടത്തെ ക്ഷയിച്ചു പോയ ഇല്ലങ്ങളിലെ കരികളെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു ഇല്ലത്തിങ്ങനെ ഭിക്ഷക്കാരൻ വന്നപ്പോൾ അന്തർജനത്തോട് എല്ലാം തന്നെ എന്ന് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇയാളിങ്ങനെ പടിപ്പുര കടന്ന് പോകുന്ന വഴിക്ക് ഈ ഈ അവിടെ ഇരുന്ന നമ്പൂതിരിയോ അങ്ങനെ ആളോട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ഭിക്ഷക്കാരനുമായി സന്തോഷമായി, അവൻ ഓടി തിരിച്ചു വന്നു, എന്തായാലും കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇവിടെ ഒന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു ഇത് തന്നെയല്ലേ അവരും പറഞ്ഞതെന്ന് ചോദിച്ചു. പക്ഷെ അത് പറയേണ്ട ആൾ ഞാനാണ്, അവളല്ല എന്ന് പറഞ്ഞു. അത് മെയിനർക്ക് ഓർത്ത് പറഞ്ഞു. അങ്ങനെ ആധിപത്യം എന്ന് പറയുന്നത് പൊളിച്ചെഴുതിയിട്ട് പത്രോസ്ലീഹ പറയുന്നത്, പത്രോസ് തന്നെയാ പറഞ്ഞത്, പത്രോസിന്റെ അധികാരത്തിൽ നിന്നാണ് പറയുന്നത്, പക്ഷെ പത്രോസിന്റെ തോന്നലല്ല പറയുന്നത്. അതാണ് ഈ ഡിഫറൻസ്. എന്ന് വെച്ചാൽ ആധിപത്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയ്ക്ക് സ്ഥാനമില്ലെന്നോ മെത്രന്മാർക്ക് സ്ഥാനമില്ലെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. പകരം അവര് തീരുമാനം എടുക്കേണ്ടത് തന്റെ വാശിപ്പുറത്തല്ല എന്നാണ് അതിന്റെ അർത്ഥം, തന്റെ തോന്നലിന്റെ പുറത്തല്ല എന്നാണ് അതിന്റെ അർത്ഥം. അവിടെയാണ് ആധിപത്യം ഉണ്ടാകുന്നത്. മറ്റേതോ അധികാരത്തിന്റെ ശരിയായ വിനിയോഗമാണ്. ഏതാണ് ശരി എന്ന് കണ്ടെത്തിയ ശേഷം ആ ശരിയെ നടപ്പിൽ വരുത്താനുള്ള അധികാരം ശരിയായ അധികാരമാണ്. അതേസമയം എനിക്ക് തോന്നുന്നു ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുന്നതാണ് ഈ ആധിപത്യം. പല ആളുകളും ഈ ആധിപത്യത്തെ അധികാരവുമായി കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. രണ്ടും രണ്ടാണ്. ആധിപത്യവും അധികാരവും രണ്ടും രണ്ടാണ്. അധികാരം ശരിയാണ്, ആധിപത്യം തെറ്റാണ്. അധികാരം ശരിയാണ്, ആധിപത്യം തെറ്റാണ്. പത്രോസിന്റെ അധികാരമുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷ പദവിയും എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ഇത് ഉള്ളതാണ്. എന്നാൽ ആധിപത്യം എന്ന് പറയുന്നത് എന്റെ ഇഷ്ടത്തിന് വേണ്ടി, എന്റെ സംതൃപ്തിക്ക് വേണ്ടി ബാക്കിയെല്ലാം എന്റെ താഴ്ത്ത്. ഈ ആധിപത്യമാണ് പാപം ചെയ്തു കഴിയുമ്പോൾ ആദത്തിനുണ്ടാകുന്നത്. ആദം അവന് ശേഷം ജനിച്ചെന്ന് കാരണത്താലോ അല്ലെങ്കിൽ സ്ത്രീ എന്ന കാരണത്താലോ അവളുടെ മേൽ ആധിപത്യം പുലർത്തി. അപ്പൊ ഭൂമിയിലുള്ള ഈ ആധിപത്യ പ്രവണതകളുടെ ഒക്കെ റൂട്ട് ദൈവത്തിൽ നിന്ന് അകന്നതാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത്. അഥവാ അവൻ ദൈവത്തോട് ചേർന്നിരിക്കുകയായിരുന്നെങ്കിൽ അവൻ ആധിപത്യം ഉണ്ടാകുമായിരുന്നില്ല, പകരം കൂട്ടായ്മ ഉണ്ടാകുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത ഭാഗം എന്നറിയാമോ? ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. എന്താണ് അത്? അവര് തന്നെ ആദ്യമേ ഒരു ഇലയൊക്കെ തുന്നി ഒരു ചെറിയ കുപ്പായൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ഇത് പോരായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു എന്നാണ് നമ്മൾ വിശുദ്ധത്തിൽ വായിക്കുന്നത്. സത്യത്തിൽ എന്താണ് അവിടെ? ഇവൻ എന്തായാലും തന്നിൽ നിന്ന് വേർപെട്ടു, അവനതിൽ തന്നെ നിലനിൽക്കാനും ഉദ്ദേശിക്കുന്നു. അപ്പൊ ദൈവം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വസ്ത്രം അവന് നൽകുകയാണ്. എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന കാലത്ത് നൽകാനിരിക്കുന്ന മാമോദീസ വസ്ത്രത്തിന്റെ ഒരു മുന്നോടിയാണത്. അവനെന്തെങ്കിലും മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവന് നൽകാനിരിക്കുന്ന മാനസാന്തരത്തിന്റെ സ്വർഗീയ വസ്ത്രത്തിന്റെ മുന്നോടിയാണിത്. ഇതിനെക്കുറിച്ചാണ് ഈശോ ധൂർത്തപുത്രന്റെ കാര്യം പറയുന്നത്. അവൻ മടങ്ങി വന്നപ്പോൾ പിതാവ് വസ്ത്രം ധരിപ്പിച്ചു, മോതിരമണിയിച്ച് അവനെ സ്വീകരിച്ചു. വസ്ത്രം ധരിപ്പിച്ച് അവനെ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഇതിന്റെ ഒരു മുന്നേ ഉള്ള പ്രഖ്യാപനമാണ് സത്യത്തിൽ ദൈവം ചെയ്യുന്നത്. അതായത് വീണുപോയ മകനോട് ഒരു പിതാവ് കാണിക്കുന്ന കണ്ണുനീരിൽ കുതിർന്ന വാത്സല്യമാണ് അത്. ഒരു പിതാവിന്റെ, നല്ലവനായ ദൈവപിതാവിന്റെ പാപം ചെയ്ത മനുഷ്യനോടുള്ള കണ്ണുനീരിൽ കുതിർന്ന വാത്സല്യമാണ് അത്. അതൊരു ഭയങ്കരമായ ഇമേജറിയാണ്. നമ്മൾ ചുമ്മാ അങ്ങ് വായിച്ചു പോകുമ്പോഴത്തേനും ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി ആദ്യം അവന്റെ ഭാര്യയും ധരിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചങ്ങ് ചുമ്മാ പോയാൽ പോരാ. അതൊരു ഭയങ്കരമായ ഇമേജറിയാണ്. അതായത് തന്നെ തള്ളിക്കളഞ്ഞ, തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ, തനിക്കെതിരെ നിൽക്കുന്ന, എന്നിട്ടും മാനസാന്തരത്തിന് തയ്യാറാവാത്ത അവനെ ദൈവം പിന്നെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കർത്താവിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് അത്. അനന്തരം അവൻ അവിടുന്ന് പറഞ്ഞു, മനുഷ്യനിതാ നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. സത്യത്തിൽ ഇതൊരു കളിയാക്കലിന്റെ വാക്കുകളാണ്. എന്ന് വെച്ചാൽ ദൈവം അവനിപ്പം നമ്മിലൊരുവനെ, അതിനുവേണ്ടിയല്ലേ അവനെ തിന്ന്, ഞാൻ അവനോട് പറഞ്ഞായിരുന്നു ഇത് തിന്നരുത്. അപ്പൊ സാത്താൻ പറഞ്ഞു അത് തിന്നാൽ നീ ദൈവത്തെ പോലെ, നമ്മിലൊരുവൻ തൃത്വത്തിൽ ഒരുവനെ പോലെ ആകും. ഓൾറെഡി അവരങ്ങനെ ആയിരുന്നു, തൃത്വത്തിന്റെ കൂട്ടായ്മയ്ക്കകത്തായിരുന്നു. കൂട്ടായ്മയ്ക്കകത്ത് പറഞ്ഞാൽ തൃത്വമായിട്ടെന്നല്ല, ആ ബന്ധത്തിലായിരുന്നു. സാത്താൻ പറഞ്ഞു അത് തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. കർത്താവ് പറയാ അത് പറിച്ചു തിന്ന് ഇതാ ഇപ്പൊ നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. പാപവും പുണ്യവും അറിഞ്ഞ് അവൻ ഈ പരുവത്തിലായിരിക്കുന്നു.
എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് ഒരർത്ഥത്തിൽ അവൻ നന്മയും തിന്മയും അന്നേരം അറിഞ്ഞു, അതും സത്യമാണ്. പക്ഷെ അത് വേദനാജനകമായ സത്യമാണ്. ഒപ്പം അവന്റെ തകർച്ചയുടെ, നിഷേധത്തിന്റെ പരിണിതഫലമാണ് ഈ കാണുന്നത് എന്ന ഒരു 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 എന്താ പറയാ, ഇപ്പൊ എന്തായി എന്ന് അമ്മ ചോദിക്കുകയല്ലേ, എന്നോട് എത്ര പറഞ്ഞ ഇപ്പൊ എന്തായി എന്ന് ചോദിക്കുന്നത് പോലത്തെ ഒരു ശാസനവാചകമാണത്. ഇനി അവൻ, എന്നിട്ട് കർത്താവ് പറയാണ്, ദൈവം പറയാണ്, ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. അതെന്താ അങ്ങനെ? അതായത് നന്മതിന്മകളുടെ വൃക്ഷവും ജീവന്റെ വൃക്ഷവും എന്ന് പറയുന്ന രണ്ട് വൃക്ഷങ്ങളെ കുറിച്ചുള്ള പരാമർശം കാണും. സഭാപിതാക്കന്മാര് പലരും ഈ ജീവന്റെ വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അത് നിത്യജീവൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. നിത്യജീവൻ ചില പിതാക്കന്മാരൊക്കെ എന്നെ വിശുദ്ധ കുർബാനയായിട്ട് ബന്ധിപ്പിക്കും. കാരണം വിശുദ്ധ കുർബാന വഴി അത് നിത്യജീവന്റെ അപ്പമാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ, എന്നെ ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കുമെന്നൊക്കെ അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ട്. ആ നിത്യജീവന്റെ ഭക്ഷണമാണത്. അപ്പൊ അതുകൊണ്ട് നിത്യജീവൻ വൃക്ഷം അല്ലെങ്കിൽ പഴം എന്ന അർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെ സിംബലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ അർത്ഥം എന്താണെന്നറിയാമോ? നിത്യത എന്ന് പറയുന്ന കാര്യമാണ്. കർത്താവ് അവനെ കുറിച്ച് പറയുകയാണ്, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്യനാകാൻ ഇടയാകരുത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? മിക്കവാറും എങ്ങനെയായിരിക്കും? അവനിപ്പോ പാപാവസ്ഥയിലാണ്. ഈ പാപാവസ്ഥയിൽ അവൻ അമർത്യനായാൽ എങ്ങനെയുണ്ടാവും? പാപാവസ്ഥയിൽ അവൻ അമർത്യനായാൽ അവൻ നിത്യകാലവും പാപാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് രണ്ടാമത്, പാപാവസ്ഥയിൽ അവന് നിത്യജീവൻ പുൽകാൻ കഴിയുകയുമില്ല. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന വാക്കുകൾക്കകത്ത്. അമർത്തയാണ്, കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏദൻ തോട്ടത്തിന്റെ കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തെയും കിറങ്ങുന്നതും തീജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. എന്ന് വെച്ചാൽ ഇതെല്ലാം ഇവരുടെ നാട്ടിലെ രാജാക്കന്മാരുടെ കോട്ടകളെ സംരക്ഷിക്കുന്ന യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ദൈവം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസ്ഥയെക്കുറിച്ച് പരിതപിക്കാനും അതിൽ മാനസാന്തരപ്പെടാനും വേണ്ടി അവനെ നിലനിർത്തി എന്നാണ്. അവൻ മാനസാന്തരപ്പെടുകയും തിരിച്ചു വരികയും ചെയ്യുമ്പോഴാണ് ദൈവം അവനെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് അവൻ്റെ ഇപ്പോഴിരിക്കുന്ന പരുവത്തിൽ അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പകരം അവൻ ദൈവത്തോടൊപ്പമാകുന്ന അവസ്ഥയിൽ വിശുദ്ധീകരിക്കപ്പെട്ട് ആണവൻ നിത്യജീവന്റെ ഭക്ഷണം സ്വീകരിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇപ്പം വിശുദ്ധ കുർബാനയുടെ ഒക്കെ പശ്ചാത്തലമാണെങ്കിൽ അവന്റെ പാപാവസ്ഥയിലല്ല, പകരം മിശിഹായുടെ ബലിയർപ്പണത്തിന്റെ കൃപകൾ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ടാണ് അവനത് നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നാണ് അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് 4-ാമത്തെ അധ്യായം മുതൽ പിന്നെ മറ്റൊരർത്ഥത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിങ്ങനെയാണ്, ആദം തന്റെ ഭാര്യയായ ഹവ്വായോട് ചേർന്നു. ഞാൻ അധികം ഡീറ്റെയിൽ ഇല്ലാതെ പോകാം. അവൾ ഗർഭം ധരിച്ചു, കായനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു. പിന്നീട് അവൻ കായന്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായൻ കൃഷിക്കാരനുമായിരുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ രണ്ട് മനുഷ്യ വംശത്തെ സൂചിപ്പിക്കുകയാണ്, രണ്ട് ഗണം ആളുകളെ. അന്നത്തെ കാലത്ത് മനുഷ്യര്, ഇന്നൊക്കെ ആണെങ്കിൽ പണ്ടുകാലത്ത് നമ്മൾ പറയുകയായിരുന്നു കൃഷിക്കാരും കച്ചവടക്കാരും രണ്ടുപേരേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ആടിനെ വളർത്തൊക്കെ മൃഗപരിപാലനമൊക്കെ നടത്തുന്ന ആളുകൾ, രണ്ടാമത്തത് കൃഷി ചെയ്യുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ രണ്ട് വംശത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഇത്. അപ്പോ ഇവർ രണ്ടുപേരും വളർന്നു, അവര് രണ്ട് മക്കളുണ്ടാകുന്നതായിട്ട്, ആദ്യത്തിന് ഹവ്വായിക്ക് രണ്ട് മക്കളുണ്ടാകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ രണ്ട് മക്കളുണ്ടായി എന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല. അവരുടെ സന്തതി പരമ്പരയിലുള്ള ഏതെങ്കിലും കണ്ണികളായിരിക്കാം ഇവര്. എന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിനകത്തുള്ള ചില പ്രത്യേക ആളുകളെയോ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന വ്യക്തികളെയോ പെറുക്കിയെടുക്കുന്നതാണ് ഇത്. അത് എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഉദാഹരണത്തിന് ഈ കായനെ കൊന്ന ശേഷം ഇവനത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്കും ഇവൻ പറയുന്നൊരു വാചകം 14-ാമത്തെ തിരുവചനത്തിന്റെ അവസാനത്തിലാണ്, ഞാൻ ഭൂമിയിൽ ഒഴുകുന്നവനായിരിക്കും, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും എന്നാണ് അവൻ പറയുന്നത്. കാണുന്നവരൊക്കെ എന്നെ കൊല്ലാൻ നോക്കും. എന്നിട്ട് അടുത്ത വാചകം, ആരും കായനെ കൊല്ലാതിരിക്കാൻ കർത്താവിന്റെ മേലെ അടയാളം പതിച്ചു. ആരും കായനെ കൊല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടുപേരുള്ള പിന്നെ ആരവനെ കൊല്ലാനുള്ളത്? സത്യത്തിൽ അങ്ങനെയല്ല. മനുഷ്യവംശമൊക്കെ പടർന്നിരിക്കുന്ന സമയത്ത് അതിനകത്തുള്ള രണ്ട് ഗണം ആളുകളെയൊക്കെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള രണ്ട് വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് അത് ചുമ്മാ അവരുടെ മക്കൾ എന്നുള്ള അർത്ഥം മാത്രമായിട്ട് കരുതേണ്ടതില്ല. അങ്ങനെയാണ് വിശുദ്ധഗ്രന്ഥം അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും.
എന്നിട്ട് എന്നിട്ട് ഇനി ഇനി അടുത്ത സ്റ്റേജ് എന്താണെന്നറിയോ? ആദം ഹവ്വായും പാപം ചെയ്തു. ദൈവം നന്മയിൽ അവനെ സൃഷ്ടിച്ചു, പക്ഷെ അവർ പാപം ചെയ്തു. പാപം ചെയ്ത് പുറത്താകുമ്പോഴും അവരിൽ നിന്ന് ജനിക്കുന്നവർക്ക് നന്മയുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പാപം ചെയ്യുന്നവരിൽ നിന്ന് പാപം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് കരുതരുത്. പാപം ചെയ്യുന്ന മനുഷ്യർക്കുണ്ടാകുന്ന മക്കൾ ആ പാപത്തിന്റെ പങ്കാളികളല്ല. ആദം ഹവ്വായും പാപം ചെയ്തെങ്കിലും ഉണ്ടായ മക്കൾ രണ്ടുപേർ, ഒരാൾ കയൻ, ഒരാൾ ആബേലാണ്. എന്ന് പറഞ്ഞാൽ ഈ പാപം ചെയ്തവർക്ക് പാപക്കാര് മാത്രമല്ല, പാപികൾ മാത്രമല്ല മക്കളായിട്ടുണ്ടാകുന്നത് എന്നാണ് അതിന്റെ ഉള്ളർത്ഥം. അപ്പൊ അതുകൊണ്ട് അപ്പന്റെ പാപത്തെ കൊണ്ട് മകന്റെ പാപത്തെ വിലയിരുത്താൻ നിൽക്കരുത്. അതാണ് ഈ പാപം എന്ന് നമ്മൾ വ്യാഖ്യാനിക്കരുതെന്നൊക്കെ അതിന്റെ ഉള്ളിലർത്ഥമുണ്ട്. എന്നിട്ട് ഇനി ഇവരുടെ ബലിയർപ്പണമാണ് അടുത്ത വിഷയം. എന്ത് സംഭവിച്ചു? ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കായൻ തന്റെ വിളവിന്റെ ഒരു ഭാഗം കർത്താവിന് സമർപ്പിച്ചു. കായനാണെങ്കിലോ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. നമ്മൾ നോക്കുമ്പോൾ രണ്ടും ബലിയർപ്പിച്ചു. പക്ഷെ ഒന്ന് ചുമ്മാ വിളവിൽ നിന്ന് ഒരു പങ്കെടുത്ത് കൊടുത്തു, മറ്റേതാണെങ്കിലോ കടിഞ്ഞൂലുകളിൽ നിന്ന്, ഏറ്റവും നല്ലതിൽ നിന്ന് അവയുടെ കൊഴുപ്പുള്ള ഭാഗം, ഏറ്റവും നല്ലതിന്റെ നല്ലത് കൊടുത്തു. ഒന്ന് വെറുതെ കൊടുത്തു, രണ്ടുപേരും കൊടുത്തല്ലോ എന്ന് നമുക്ക് തോന്നും, അല്ലെ? രണ്ടുപേരും കൊടുത്തു. പക്ഷെ ഒരാള് ഉള്ളതിൽ നിന്ന് എന്തോ എടുത്തു കൊടുത്തു, മറ്റേയാൾ നല്ലതിന്റെ നല്ലത് എടുത്തു കൊടുത്തു. ഇതൊരു വലിയ ഡിഫറൻസ് ആണ്. നമ്മൾ ദൈവത്തിന് ഓഫർ ചെയ്യുമ്പോൾ, ദൈവത്തിന് നന്മകൾക്ക് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ, ബലി അർപ്പിക്കുമ്പോൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പള്ളിക്ക് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കണം നമ്മൾ പറയില്ലേ, പെട്ടെന്ന് ലഭിച്ചു. ഇതിന്റെ ഉള്ളർത്ഥം ഇതാണ്, നല്ലതിന്റെ നല്ലത് കൊടുക്കണം. അല്ലാണ്ട് ബാക്കി വന്നതും ഇഷ്ടമില്ലാത്തതും അല്ല ദൈവിക കാര്യങ്ങൾക്കും ദൈവിക ശുശ്രൂഷകൾക്കും വേണ്ടി മാറ്റിവെക്കേണ്ടത്. ചിലപ്പോഴൊക്കെ പിള്ളേരുടെ കാര്യത്തിൽ പോലും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവൻ നന്നായി പഠിക്കുക, അവനെ കളക്ടറാക്കാം, മറ്റവൻ പിന്നെ പഠിക്കുന്നില്ല, വേണം സെമിനാരി വിട്ടേക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതിനെയാണ് ദൈവത്തിന് നൽകേണ്ടത് എന്നതാണ് അതിന്റെ പറയുള്ള കാര്യം. എന്നിട്ടോ ആബേലിലും അവന്റെ കാഴ്ചകളിലും അവിടുന്ന് പ്രസാദിച്ചു, എന്നാൽ കായലിലും അവന്റെ കാഴ്ച വസ്തുക്കൾ അവിടുന്ന് പ്രസാദിച്ചില്ല. സത്യത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കാവുന്ന അർപ്പണമല്ല നടത്തിയതെന്നാണ് അതിന്റെ അർത്ഥം. ദൈവം അങ്ങനെ എന്തെങ്കിലും കണ്ട് പ്രസാദിക്കാനിരിക്കുന്നയാൾ എന്നൊന്നും ധരിക്കരുത്. ഇത് കായനെ അത്യധികം കോപിപ്പിച്ചു. ഇതാണ് അടുത്ത പ്രശ്നം. അതായത് ഈ തിന്മ അവൻ വേണ്ട വിധത്തിൽ ചെയ്തില്ല, എന്നിട്ട് പ്രസാദിക്കാതിരുന്നപ്പം അവന് ചിലപ്പോൾ നോക്കിയേ, പഠിക്കാതിരുന്നിട്ട് ടീച്ചർ മാർക്ക് കൊടുക്കാത്തപ്പോ ടീച്ചറുടെ അടുത്ത് അല്ലെങ്കിൽ ഈ പേട്ട ടീച്ചർ മാർക്ക് തരത്തില്ല എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ കാര്യം ഓർത്ത് നോക്കി. അവൻ പഠിക്കാത്തതുകൊണ്ടാണ് അവന് മാർക്ക് കിട്ടാത്തത്, എന്നിട്ടും അവന്റെ കയ്യിൽ ടീച്ചറോടാണ് എന്ന് പറയുന്നത് പോലെ അത് കായനെ കോപിപ്പിച്ചു. അവന്റെ മുഖം കറുത്തു. കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നുണ്ട്. മുമ്പത്തെ ചോദിച്ച പോലത്തെ ഒരു ചോദ്യമാണ്. കായനോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഇത് ലോകത്തോട്, മനുഷ്യവംശത്തോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ്. നീ എന്താണ് ഇങ്ങനെ വിഷാദിച്ചിരിക്കുന്നത്? എന്താണ് നിനക്ക് സന്തോഷമില്ലാത്തത്? എന്താണ് നിനക്ക് സംതൃപ്തി ഇല്ലാത്തത്? എന്താണ് നിന്റെ ജീവിതത്തിന് അർത്ഥമില്ലാന്ന് ഇതൊക്കെ തോന്നുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. എന്താണ് ദൈവം അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം എന്നറിയാമോ? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഇതാണ് ദൈവത്തിന്റെ ചോദ്യം. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വീകരിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ, നമ്മൾക്ക് ആനന്ദം ലഭിക്കാതിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഒന്നേ ഉള്ളൂ, ദൈവം കാണിക്കുന്ന പാർഷ്യാലിറ്റി അല്ല, പകരം ഉചിതമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് നമുക്കുണ്ടാകുന്ന കുഴപ്പമാണ്. ഉചിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീ സ്വീകാര്യനാകുമായിരുന്നു. ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ കാര്യം എന്നറിയാമോ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ നല്ലതല്ല നീ ചെയ്യുന്നതെങ്കിൽ, നിന്റെ പ്രവൃത്തികൾ നല്ലതല്ലെങ്കിൽ ഓർക്കണം, പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ട്. അത് പാമ്പ് ഡോർ സ്റ്റെപ്പിൽ കിടക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. തുറന്നാൽ എന്തു പറ്റും? കാലെടുത്ത് വെക്കുമ്പോഴേ കടിക്കും. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ നിന്റെ ജീവിതം അങ്ങനെയായിരിക്കുമെന്നാണ്. സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ നീ നശിക്കും. ഈ അപകടം നിന്റെ ഡോർ സ്റ്റെപ്പിൽ കിടക്കുന്നു എന്നാണ്. ഇങ്ങനെ ചുമ്മാ പറയല്ല, അവസാന വാചകമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിങ്ങനെയാണ്, നീ അതിനെ കീഴടക്കണം എന്നാണ് കർത്താവ് അവനോട് അരുൾ ചെയ്യുന്നത്. നീ അതിനെ കീഴടക്കണം. നീ ചെയ്ത അകൃത്യം കൊണ്ട് നിനക്ക് തന്നെ ദേഷ്യം വരുന്നു. അങ്ങനെ നന്മ പ്രവർത്തിക്കാതിരുന്നാൽ പാപം നിന്റെ വാതിൽക്കൽ ഇരിക്കുന്നുണ്ട്, അത് നിന്നെ നശിപ്പിക്കും. സോ നീ അതിനെ കീഴടക്കണം. നീ നശിച്ചു പോകണമെന്നല്ല, നീ അതിനെ കീഴടക്കണം എന്നാണ് ദൈവം അവനോട് പറയുന്നത്. നീ അതിനെ അതിജീവിക്കണം എന്ന്. പക്ഷെ അവനത് ചെയ്തൊന്നുമില്ല. പിന്നീട് നമ്മൾ തുറന്നു വായിക്കും, വയലിലേക്ക് പോയി അവിടെ വെച്ച് കയർത്തു, എന്നിട്ട് ആബേലിനെ അവൻ കൊന്നു. ആ സമയത്ത് ദൈവം വീണ്ടും ഇടപെട്ട് അവനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരൻ ആബേൽ എവിടെയാണ്?
ഇതൊരു ഭയങ്കര പ്രധാനപ്പെട്ട ചോദ്യം. ഇതെല്ലാം മനുഷ്യവംശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഒത്തിരി നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദമായി പറയാം. നിന്റെ സഹോദരൻ എവിടെ എന്നാണ് ചോദ്യം. നിന്റെ സഹോദരൻ, അവൻ കൊടുക്കുന്ന മറുപടി എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരൻ എന്നാണ്. ഞാനാണോ എൻ്റെ സഹോദരന്റെ ഇതിനെക്കുറിച്ചാണ് നല്ല സമരിയക്കാരന്റെ ഉപമയിലൊക്കെ ഈശോ മറുപടി കൊടുക്കുന്നത്. ആരാണ് നിന്റെ അയൽക്കാരൻ, നിന്റെ കാവൽക്കാരൻ, നിന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് എന്ന് അവിടുന്ന് തുറന്ന് പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കുന്ന വിഷയങ്ങളാണ്. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ രക്തം കുടിക്കാൻ വായി പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല. ഭൂമിയിൽ നീ അലഞ്ഞു നിരക്കും. കായൻ കർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുക. ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ അവൻ എന്ത് പറ്റിയെന്ന് ദൈവം അവനോട് പറഞ്ഞോ, അത് തന്നെ ഈ രണ്ട് മക്കളിൽ ഒരുവൻ പാപം ചെയ്തപ്പോഴും ദൈവം അവനോട് പറയാണ്. പാപം ചെയ്തപ്പോഴും അവനോട് പറയാണ്. എന്നിട്ട് പിന്നെ കർത്താവ് അവനെ ആശ്വസിപ്പിക്കുകയും, അതായത് മറ്റേ ആദത്തെ തോൽവസ്ത്രം ധരിപ്പിക്കുന്ന പോലെ കായന്റെ മേലും മുദ്രയൊക്കെ വെച്ച് എൻ്റെ അതിനൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് മുദ്ര ധരിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് കായന്റെ സന്തതി പരമ്പരയെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് കായൻ പിന്നെ ഉള്ളത് കായനാണ്. കായൻ എന്ത് ചെയ്തു? കായൻ ഒരു നഗരം പണിതു. അവൻ മാത്രമേ ഉള്ളൂ എന്ന് കരുത്. അവൻ നഗരം പണിതു. ഹേനോക്കിന്റെ പേര്, തന്റെ പുത്രനായ ഹേനോക്കിന്റെ പേരിട്ടു. പിന്നെ അവരിങ്ങനെ മക്കളൊക്കെ ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ഭാഗമാണ്. ഏറ്റവും അവസാനം എന്നെ മുറിപ്പെടുത്തിയവനെയും എന്നെ അടിച്ചു ചെറുപ്പക്കാരൻ ഞാൻ കൊന്നു കളഞ്ഞു എന്നാണ് ഈ കായന്റെ മകൻ പറയുന്നത്. കായന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് 77 ഇരട്ടിയായിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. അങ്ങനെ പ്രതികാരത്തിന് പ്രതികാരം ചെയ്യുന്ന വിധത്തിൽ അവൻ. ഇനി അതേസമയം ആദം വീണ്ടും ഭാര്യയോട് ചേർന്നു. വേറെയും ഒരു പുത്രനെ പ്രസവിച്ചു. സേത്ത് എന്ന് പേരിട്ടു. കാരണം കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നു എന്ന് അവൾ പറഞ്ഞു. സേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പകരം തന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ കായൻ ആബേലിന് പകരക്കാരൻ എന്ന പോലെ ഒരു മകൻ ഉണ്ടാകും കേട്ടോ. 26 തിരുവചനം ഇങ്ങനെയാണ്: സേത്തിനും ഒരു പുത്രൻ ജനിച്ചു. സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി എന്നൊക്കെ നമ്മൾ വായിക്കും. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിലൂടെ പാപം എങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഈ പഴയ ഈ ഉൽപ്പത്തിയുടെ ചരിത്രത്തിനകത്ത് മനുഷ്യൻ ആദവും ഹവ്വായും ചെയ്ത 2 പേരുടെ പാപത്തിന്റെ പരിണിത ഫലമല്ല, അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനകത്ത് നന്മയുള്ളവരുണ്ട്, തിന്മ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരിക്കുകയാണ് അബ്രാഹത്തെ ദൈവം വിളിക്കുന്നത് എന്നാണ്. ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഈ ഭാഗത്ത് വായിക്കാം. കാരണം ഇത് ആളുകൾക്ക് ഒത്തിരി പേർക്ക് ഭയങ്കര സംശയമുള്ള ഒരു വിഷയമാണ്. 6-ാമത്തെ തിരുവചനാണ്: മനുഷ്യൻ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. അപ്പോൾ ദൈവമായ കർത്താവ് പറഞ്ഞു, എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്. അവന്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവപുത്രന്മാർ മനുഷ്യപുത്രികളുമായി ചേരുകയും അവർക്ക് മക്കൾ ഉണ്ടാകുകയും ചെയ്തിരുന്ന അക്കാലത്തും പിന്നീടും ഭൂമിയിൽ അധികായന്മാരുണ്ടായിരുന്നു. അവരാണ് പുരാതന കാലത്തെ പ്രസിദ്ധിയാർജിച്ച പ്രബലന്മാർ. കേട്ടോ, എല്ലാം മനസ്സിലായോ? ഇത് എന്തുതരം പരാമർശമാണ്? ദൈവപുത്രന്മാർ, ചില ആളുകൾ ഇങ്ങനെ പറയും ദൈവപുത്രന്മാർ മനുഷ്യരോട് ചേർന്നു എന്ന് നമ്മൾ എന്ന് ചിലർ എന്നതിനെ മാലാഖമാരും മനുഷ്യരും തമ്മിൽ കല്യാണം കഴിച്ചു എന്ന അർത്ഥത്തിൽ. അതൊരിക്കലും ശരിയല്ല. കാരണം മാലാഖമാർക്ക് ശരീര രൂപമൊന്നുമില്ല, അവർ വിവാഹം കഴിക്കുകയില്ല എന്ന് ഈശോ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ദൂതന്മാരെ പോലെ ആയിരിക്കും, അവർ കല്യാണം കഴിക്കുകയോ ചെയ്തു കൊടുക്കുകയൊന്നുമില്ല എന്നൊക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ അല്ല. ഇനി ഈ നെഫിലിം എന്നാണ് ഈ അധികായന്മാർ എന്നതിന്റെ വാക്ക്. നെഫിലിം ഇവരെന്താണ് സംഭവം? അത് വലിയ പുതിയ കാര്യമൊന്നും അല്ലത്. ഈ സ്കോട്ട് ഹാൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നവർ, സഭാപിതാക്കന്മാർ പറയുന്ന കാര്യം ഇത് ഇങ്ങനെയാണ്: ഈ ദൈവപുത്രന്മാർ സൺസ് ഓഫ് ഗാഡ് എന്നതും ഡോട്ടേഴ്സ് ഓഫ് മെൻ എന്ന് പറയും. എന്താണ് ഈ സൺസ് ഓഫ് ഗാഡ്? അത് സത്യത്തിൽ ഈ സേത്തിന്റെ മക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. സേത്തിന്റെ മക്കളെ, അതായത് ആബേലിന് പകരം ജനിച്ച നന്മയുള്ള സേത്തിന്റെ മക്കളെയാണ് ദൈവത്തിന്റെ മക്കൾ അഥവാ ദൈവത്തിന്റെ പാതയിൽ ചരിക്കുന്ന മക്കൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഡോട്ടേഴ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പുത്രൻ എന്ന് പറയുന്നതോ സ്വാഭാവികമായിട്ട് കായന്റെ മക്കളെയാണ്. കായന്റെ മക്കൾ. മനുഷ്യവംശം 2ആയി പിരിയുന്നത് പോലെ, എന്ന് വെച്ചാൽ നന്മയുടെ സന്തതികളും തിന്മയുടെ സന്തതികളും തമ്മിൽ വേർപിരിഞ്ഞ് 2ആയി തിരിഞ്ഞു വരുന്നത് പോലെ നമ്മൾ കാണും. ഇനി എന്നിട്ട് എന്ത് സംഭവിച്ചു? അതങ്ങനെ അങ്ങ് ശാശ്വതമായി പോവുകയല്ല. പകരം എന്ത് സംഭവിക്കുന്നു? വീണ്ടും അടുത്ത സ്റ്റേജില് നമ്മൾ വായിക്കുകയാണ്, ദൈവപുത്രന്മാർ മനുഷ്യപുത്രികളുമായി ചേരുകയും അവർക്ക് മക്കൾ ഉണ്ടാവുകയും ചെയ്തിരുന്ന കാലം. എന്ന് വെച്ചാൽ
പിന്നീട് ഈ നന്മയുള്ളവരും തിന്മയുള്ളവരും കൂടി വീണ്ടും ഒരുമിച്ച് ചേർന്നു. എന്നിട്ടെന്തുണ്ടായി? എന്നിട്ട് പിന്നെ അതികായന്മാർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തിന്മയുടെ സന്തതികൾ, അതിനകത്തൊരു കാര്യം ഇതാണ്, തിന്മയുടെ സന്തതികളുടെ സൗന്ദര്യം അഴകുള്ളവരാണെന്ന് കണ്ട് എന്നും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഭാര്യമായി സ്വീകരിച്ചു എന്നും നമ്മൾ വായിക്കും. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഇസ്രായേലൊക്കെ വളരെ ശക്തമായി എതിർത്തിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ബ്ലഡിന്റെ മിക്സിങ് എന്ന് വെച്ചാൽ ദൈവം നൽകിയ രക്തശുദ്ധി, ആ ശുദ്ധി യഹൂദർ ഒരിക്കലും വിജാതീയമായി കല്യാണം കഴിക്കുമായിരുന്നില്ല. കാരണം ദൈവം തിരഞ്ഞെടുത്ത ജനം, തങ്ങളുടെ ശുദ്ധ രക്തം അത് കലരാതിരിക്കാൻ ദൈവം അവരാഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവരൊരിക്കലും അങ്ങനെ കല്യാണം മറ്റുള്ളവർ കല്യാണം കഴിക്കുമായിരുന്നില്ല. ഇന്നും അങ്ങനെ പിന്തുടരുന്ന ആളുകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവരങ്ങനെ കല്യാണം കഴിക്കുമായിരുന്നില്ല. അങ്ങനെ കല്യാണം കഴിക്കുന്നവർ പുറത്താക്കുമായിരുന്നു. കാരണം അവരുടെ രക്തശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുകൊണ്ട് അവരെ പുറത്താക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ വെച്ചാണ് അങ്ങനെ ദൈവത്തിന്റെ ജനം മറ്റ് വിജാതീയ ജനതകളോട് അവരുടെ ആചാരങ്ങളോടൊക്കെ കലർന്നു പോകുന്ന വിധത്തിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ സമൂഹത്തിന്റെ നന്മയും കൂട്ടായ്മയും, യഹൂദ വംശത്തിന്റെ നന്മയും കൂട്ടായ്മയും ഒക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെയും കൂടെ തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിവരണം നടത്തുന്നത്. അതായത് ഒന്നാമത്, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഭാര്യമാരായി സ്വീകരിക്കുന്നു പറയുന്ന ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതുപോലെ നന്മയുടെ മക്കൾ തിന്മയുടെ ആളുകളുമായി കൂടിച്ചേർന്നിട്ട് ശക്തന്മാരായിത്തീരുന്നു. അവർ രാക്ഷസന്മാരുണ്ടായിരുന്നു അല്ല അതിന്റെ അർത്ഥം, അവർ ഭയങ്കര ശക്തന്മാരായിത്തീരുന്നു എന്ന തുടങ്ങുന്ന പ്രപഞ്ചത്തിന്റെ ചില ഭൂമിയുടെ മനുഷ്യവംശത്തിന്റെ വളർച്ചയുണ്ടാകുന്ന ചില പ്രത്യേകതകളെ കുറിച്ചൊക്കെയുള്ള ഒരു അപ്രസക്തമായ പരാമർശം എന്നതിനെ കുറിച്ച് കരുതുന്നു. പക്ഷേ ഇതിനകത്തോടെ ഒക്കെ ഉള്ളിലൂടെ പറഞ്ഞു പോകുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യവംശത്തിന്റെ വീഴ്ചയും എഴുന്നേൽക്കലും നന്മയുള്ളവരും തിന്മയുള്ളവരും ഇങ്ങനെയൊക്കെ കൂടിക്കലർന്നു പോകുന്ന ഒരു യാത്രയെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് പതുക്കെ അങ്ങോട്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനിയുള്ളത് ഈ നോഹയുടെ പെട്ടകത്തെക്കുറിച്ച്, അതുപോലെ നോഹയുടെ ഉടമ്പടി, ഇങ്ങനെ തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് അല്പം അടുത്ത ക്ലാസ്സിൽ പറയാനായിട്ട് ഞാൻ ഒന്ന് ശ്രമിക്കാം. എന്നിട്ട് അതിനുശേഷം ബാബൽ ഗോപുരം കഴിഞ്ഞിട്ട് 12-ാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത് വരെ ആണ് നമ്മൾ ഈ ഭാഗം പറയുന്നുള്ളൂ. ഇതിനകത്ത് എല്ലാ ഭാഗവും എല്ലാ സൂക്ഷ്മാംശങ്ങളൊന്നും വിശദീകരിക്കുന്നൊന്നുമില്ല. എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ഇതിന്റെ ഒരു സ്റ്റൈല് മനസ്സിലാക്കാൻ വേണ്ടി, ഈ രചനാ ശൈലി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത ശേഷം അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പുതിയ നിയമത്തിലെയോ മറ്റു ഭാഗങ്ങളിലെയോ ഒക്കെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് പറയും. അപ്പൊ അതിന് നിങ്ങൾക്കും അങ്ങനെ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുള്ള എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് ചോദ്യങ്ങളായിട്ട് എഴുതി തരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഉത്തരങ്ങളായിരിക്കും പറയുക. എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് എടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരിക്കും. ബൈബിളിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, കർത്താവ് എന്തുകൊണ്ടാണ് അത്തിമരത്തെ പോയി ശപിച്ചത്, അങ്ങനെയൊക്കെ ശപിക്കാവോ എന്ന് തുടങ്ങുന്ന പോലത്തെ ചോദ്യങ്ങൾ ധാരാളം ഉണ്ടല്ലോ. അങ്ങനത്തെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാം കുറച്ചുകൂടെ കൂടുതൽ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനും ചിലതിങ്ങനെ പറഞ്ഞു നോക്കാം. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കാനുള്ളതൊക്കെ നേരത്തെ ഈ പ്രവാശബ്ദത്തിന് അയച്ചു കൊടുക്കുകയും അതവരെനിക്ക് അയച്ചു തരികയും ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാം. മൊത്തത്തിൽ വിശുദ്ധഗ്രന്ഥം മുഴുവനും പറയൽ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയാത്ത, നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഭാഗങ്ങൾ, ഒരു ഏരിയയോ ഒരു ഭാഗമോ നിങ്ങൾക്ക് ഇതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തെയൊക്കെ എടുത്തിട്ടെ ഇതെങ്ങനെയായിരിക്കും, ചിലപ്പോൾ നമ്മൾ വളരെ വായിച്ചുകൊണ്ട് ഇതെന്തായിരിക്കും ഇങ്ങനെ, അപ്പൊ ഈ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഇട്ടാൽ മതി. അപ്പൊ ജസ്റ്റ് ആ വേർഡ്സ് ഒന്ന് അയച്ചു കൊടുക്കുകയോ അല്ല അതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദ്യം ഒന്ന് അയച്ചു കൊടുക്കുകയോ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ഇനി വിശുദ്ധഗ്രന്ഥത്തെ പഠിക്കാൻ പറ്റും. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. അച്ഛൻ സ്തുതിയായിരിക്കട്ടെ. ഞാൻ തന്നെ ആദ്യം ചോദിക്കും. അച്ഛൻ, ഞാൻ അച്ഛന്റെ ലോജിക്കിന് ഒരു സംശയം ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞല്ലോ അനുദപിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. അപ്പോ പാപം ചെയ്തിട്ട് അനുദപിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ക്ഷമിക്കുന്നു എന്നുള്ളതാണ് ആദ്യം. പക്ഷെ പാപത്തിന്റെ പരിണിത ഫലം, അതായത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് അതാണല്ലോ നമ്മൾ ഇന്റലിജൻസ്. അങ്ങനെ എന്താകുമായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അപ്പൊ അത് അനുദപിച്ചു തന്നെ കരുതുക, അതിനുശേഷം പാപം ചെയ്തൊരു വ്യക്തി സ്വർഗ്ഗത്തിൽ വരുന്നു എന്നുള്ളത് വരത്തില്ലേ? ഇതൊരു നല്ല ചോദ്യമാണ്. ഇതൊരു സാങ്കല്പിക ചോദ്യമാണ്. ഞാൻ പറഞ്ഞ സാങ്കല്പിക കാര്യമാണ്. അപ്പൊ അതിനെ കൂട്ടി ചേർത്ത് പറഞ്ഞ സാങ്കല്പിക ചോദ്യമാണ്. ഇത് സാങ്കല്പികമാണെന്ന് ഞാൻ തന്നെ പറയാൻ കാരണം, നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ ചെയ്തിരുന്ന ഇങ്ങനെ ആകുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷെ ജനറലി ഡിവൈൻ ക്യാരക്ടറിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. ദൈവത്തിന്റെ സ്വഭാവത്താൽ തന്നെ തെറ്റ് ചെയ്യുന്നവനെ എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന ദൈവം അല്ല
എന്നതുകൊണ്ട് തന്നെ നമുക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീട് അനുദപിച്ചവരൊക്കെ കർത്താവ് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അനുദപിച്ചവരെയും രക്ഷിക്കാമല്ലോ എന്നാണ്. പക്ഷെ ഈ രക്ഷിക്കൽ പ്രോസസ്സ് വെറുതെ കണ്ണു അടച്ചങ്ങ് തിരിച്ചു കയറ്റലല്ല, അവനെ കഴുകി കുളിപ്പിച്ചിട്ട് തിരിച്ചു കയറ്റലാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായി അവനെ ഇന്നും വീണ്ടെടുക്കുന്ന എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും. അതായത് ഈ പറഞ്ഞ ഈ എന്താ പറയുക, ശിക്ഷാവിധിയുടെ പൂർത്തീകരണത്തിലൂടെ തന്നെ ദൈവം വീണ്ടെടുക്കുകയും ചെയ്യത്തുള്ളൂ. അക്കാര്യം ഉറപ്പാണ്. ഈ പത്രോസിന്റെ കാര്യം പലപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പത്രോസ് ഈ റോമിലൊക്കെയുള്ള പത്രോസിന്റെ ചില സ്റ്റാച്യൂസിനകത്ത് എന്നാന്ന് കാണുന്നത്, ഇങ്ങനെ ഒരു പാട് കാണും, ഒരു കുഴി. അതെന്താണെന്നറിയാമോ? ജീവിതകാലം മുഴുവനും ഈ മാർപ്പാപ്പ കരഞ്ഞിരുന്നു എന്നാണ് അപ്പൊ ആ പശ്ചാത്താപം ശിക്ഷയാണ്, പരിഹരിക്കില്ല. അപ്പൊ അത് പത്രോസ് ഏറ്റെടുക്കുന്ന, അതുകൊണ്ടാണ് കർത്താവിനോട് നീ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. എനിവേ പ്യൂരിഫിക്കേഷനോട് തന്നെ ഉള്ളൂ, അല്ലാണ്ട് നേരിട്ട് എന്നല്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അച്ഛാ, ഒന്ന് അച്ഛൻ യാഹ്വേ എന്ന പേരിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇപ്പോഴ് യഹോവ സാക്ഷികളുടെ ആർഗ്യുമെന്റ്, നമുക്കൊരു വ്യക്തിയോട് കൂടുതൽ സ്നേഹവും ബന്ധവും ഉള്ളപ്പോഴാണ് നമ്മൾ പേര് വിളിക്കുന്നത് എന്നിങ്ങനെ ഒരു ആർഗ്യുമെന്റ് കേട്ടെ. അപ്പം ചോദ്യം, നമ്മള് കത്തോലിക്ക സഭയാണോ ക്രൈസ്തവരാണോ യഹോവ എന്ന പേര് ഉപയോഗിക്കാൻ നിർത്തിയത്, അതോ യഹൂദര് പണ്ട് തൊട്ടേ ഉപയോഗിക്കാറില്ലായിരുന്നോ, ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കാറില്ലായിരുന്നോ എന്നാണ്. നമ്മളങ്ങനെ പേര് നിർത്തിയിട്ടില്ല. നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവിനെ നമ്മൾ ഈ ഈശോ എന്ന പേര് വിളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. യഹൂദർക്ക് മാത്രമാണ് ആ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് യഹൂദരുടെ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നം മാത്രമാണ്. അവര് ദൈവത്തിന്റെ വലിയ മഹത്വത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അവരുടെ നാട്ടിലെ ഉണ്ടായിരുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ട് അവരങ്ങനെ വിളിക്കാറ്. അത് അവരുടെ മാത്രം പ്രത്യേകതയാണ്. പിന്നെ ബാക്കിയൊക്കെ യഹോവ സാക്ഷികളൊക്കെ ഈ അടുത്ത കാലത്ത് വളരെ റീസെന്റ് ആയിട്ടുണ്ടായ ഒരു പ്രൊട്ടസ്റ്റന്റ് സമാനമായ ഒരു വിഭാഗമാണ്. അവർ ഈശോയെ വിശ്വസിക്കുന്നില്ല, അവർ പഴയ നിയമത്തിലെ ഒരു സെക്റ്റാണ്. അപ്പൊ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് പലതും പറയുന്നെന്ന് കരുതിയാൽ. ഓക്കെ, ഒരു ചോദ്യം കൂടെ. അച്ഛന്റെ മുമ്പത്തെ ഒരു ക്ലാസ് ട്രിനിറ്റിയെ കുറിച്ചുള്ള ക്ലാസ് കേട്ടു. എനിക്ക് മനസ്സിലായിട്ടില്ലാത്ത ഒരു ഭാഗത്തെ കുറിച്ച് ക്ലാരിഫൈ ചെയ്യാൻ ഒരു ഉദാഹരണം ഉണ്ടാക്കി ചോദിക്കുവാണ്. ഇപ്പം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും രൂപം ഉണ്ടായിരുന്നു എന്ന് കരുതുക. അങ്ങനെ ആയിരുന്നെങ്കിൽ അവര് 3 വ്യത്യസ്ത വ്യക്തികളായിരിക്കുമോ? അച്ഛൻ പറഞ്ഞത് അവരുടെ വില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും സറണ്ടർ ആയിരിക്കുന്നത് കൊണ്ട് അവർ ഒരേ മനസ്സായത് കൊണ്ട് അവർ ഒന്നെന്ന് പറയുന്നതാണെന്നാണ്. അപ്പൊ എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഉദാഹരണം ഉണ്ടാക്കിയത്. 3 പേരായിരുന്നുവെങ്കിൽ അവർക്ക് നമ്മളെപ്പോലെ രൂപം ഉണ്ടായിരുന്നെങ്കിൽ അവർ 3, തോമസ്, മാത്യു, സക്കറിയ 3 പേരായിരുന്നു. പക്ഷെ 3 പേരും ഒരേപോലെ ചിന്തിക്കുന്നു, ഒരേപോലെ ആഗ്രഹിക്കുന്നു, ഒരേപോലെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അവർ ഒന്നായി കാണപ്പെട്ടതാണോ? എന്റെ ഉദാഹരണത്തിൽ അച്ഛന്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ അടുത്ത ചോദ്യം, അന്നേരം അത് ബഹുദൈവത്വമാകില്ലേ? അതായത് ദൈവം എന്ന റിയാലിറ്റി 3 ദൈവങ്ങൾ എന്നതല്ല. നമ്മൾ അതിനകത്ത് ആ വിഷയമാണ് അതിനകത്ത് സംസാരിച്ചതല്ല. അവർക്ക് രൂപം ഉണ്ടായാലും രൂപം ഇല്ലെങ്കിലും ദേ ആർ ഇൻഡിപെൻഡന്റ് പേഴ്സൺസ്. 3 ദൈവിക വ്യക്തികളാണ്, പക്ഷെ അവരുടെ ദൈവത്വം ഒന്നാണ്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് 3 ദൈവങ്ങളാകാൻ പറ്റില്ല. സിംഗിൾ ഗാഡ് ബട്ട് 3 പേഴ്സൺസ്. 3 ദൈവിക വ്യക്തികൾ, 3 ദൈവിക വ്യക്തികൾക്കും കൂടെ ഒരു ദൈവത്വം. അതെ, നമ്മുടെ ഈ പ്രസന്റ് ടെൻസിൽ ഇങ്ങനെ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, ന്യായാധിപന്മാർ 15-ാം അധ്യായം 20-ാം വാക്യം, അത് ഇന്നും അവിടെയുണ്ട്. ആ പ്രസന്റ് ടെൻസിൽ അങ്ങനെയാണോ വായിക്കേണ്ടത്? എന്നിട്ട് ഏത് കാര്യത്തെ കുറിച്ചായിരുന്നു അത്? ന്യായാധിപന്മാർ 15-ാം അധ്യായം 20-ാം വാക്യം. ഇതിനകത്തൊരു കാര്യമുള്ളൂ, ഇത് ഇന്നും അവിടെയുണ്ട് എന്ന് ഒരു ഗ്രന്ഥത്തിൽ എഴുതിയാൽ സാധാരണഗതിയിൽ അത് എഴുതപ്പെടുന്ന സമയത്തെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. പിന്നെ അത് 18-ാം അധ്യായത്തിലും പിന്നെ മഹദോൻ എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അതായത് അത് രേഖപ്പെടുത്തപ്പെടുന്ന കാലത്ത് അത് അറിയപ്പെടുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ന്യായാധിപന്മാരൊക്കെ മീൻസ് ഈ കാര്യങ്ങൾ വിവരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതിന് പ്രൂഫായിട്ട് നമ്മൾ അന്ന് സെപ്റ്റംബർ 11 നടന്ന ട്വിൻ ടവേഴ്സിന്റെ തകർച്ചയുടെ അവശേഷങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് എന്ന് നമ്മളിപ്പോൾ എഴുതുവാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ആ അർത്ഥം തന്നെ അതിനുള്ളൂ. എന്നേക്കും അവിടെയുണ്ട് എന്നൊരർത്ഥമൊന്നും അതിനില്ല. ഈ നമ്മുടെ ജൂബിലി ഇയർ പ്രമാണിച്ച് നമ്മുടെ നാട്ടിലുള്ള ഈ രൂപതയില് പ്രത്യേകിച്ച് ദണ്ഡവിമോചനത്തിന്റെ ഈ ടൂറും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല, വിസിറ്റിങ്ങും? പിന്നെ എല്ലാ കത്തീഡ്രൽ ദേവാലയങ്ങളും രൂപതകൾക്കകത്ത് തന്നെയുള്ള ദണ്ഡവിമോചനത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ രൂപതയിലും. ഇപ്പൊ പാലക്കാട് രൂപതയിലാണെങ്കിൽ 7 എങ്ങാണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം.
അങ്ങനെയുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും. ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ പറഞ്ഞല്ലോ സ്ത്രീയുടെ ഗർഭാരിഷ്ടതകൾ വർദ്ധിപ്പിക്കും, അത് ആ അർത്ഥത്തിലല്ല എടുക്കണ്ടേ എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അവിടെ ഒരു ലിറ്ററൽ മീനിങ്ങും കൂടെ അതിന് ഉണ്ടല്ലോ. ശരിക്കും ഉത്ഭവ പാപത്തിന്റെ ഫലമായിട്ട് സ്ത്രീക്ക് ഗർഭാരിഷ്ടതകൾ ഉണ്ടെന്നുള്ള ലിറ്ററൽ മീനിങ്ങും കൂടെ എടുക്കാലോ. ലിറ്ററൽ മീൻ എടുക്കാനുള്ള സാധ്യത അവിടെ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് മനുഷ്യനായിട്ടാണ് എന്ന് പറഞ്ഞാൽ അവന് അവന്റെ ശരീരവും സെൽസും ബ്രെയിനും പെയിൻ സെൻസേഷനും എല്ലാം ഉണ്ടെങ്കിലേ അവൻ മനുഷ്യനാവത്തുള്ളൂ. അപ്പൊ അതോടുകൂടിയാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യുൽപാദന അവയവങ്ങളോട് കൂടിയായിരിക്കും ദൈവം അവനെ സൃഷ്ടിച്ചത്. അപ്പൊ സ്വാഭാവികമായും ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതാണ്. അതിന് ലിറ്ററൽ മീനിങ്ങിന്റെ സാധ്യത ഒട്ടുമേ ഇല്ല. ഞാൻ എന്താ ചോദിക്കുന്നത്, കാരണം യേശുവിന്റെ ജനനത്തിലെ പരിശുദ്ധ അമ്മയെ പറ്റി പറയണ്ടല്ലോ. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമായി അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അപ്പം അവിടെ പരിശുദ്ധ അമ്മ തന്നെയാണ് പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉത്ഭവ പാപം ഇല്ലാത്തത് കൊണ്ട്, അമ്മ ഉത്ഭവ പാപം ഇല്ലാതെ ജനിച്ചത് കൊണ്ട് അവിടെ പ്രസവ വേദനയൊന്നും അമ്മയ്ക്ക് ഇല്ല. നെവർ. അതൊക്കെ ആളുകളുടെ ചുമ്മാ സാധാരണ ഭാവനയാണ്. അതിനകത്തൊരു ഒരു ഒരു ഡോക്ട്രൈനൽ ബാക്ക്ഗ്രൗണ്ടും അതിനകത്തില്ല. എന്ന് പറഞ്ഞാൽ ഉത്ഭവാവും ഇല്ലാത്തതുകൊണ്ട് മാതാവിന് ഒരു വേദന ഉണ്ടായില്ല എന്ന് പറയുന്നത് അതൊരുമാതിരി മാതാവിനെ വളരെ ബിലിറ്റില് ചെയ്യുന്ന ഒരു സംസാരമാണെന്ന് പറഞ്ഞാൽ തീർത്തും ബാലിശമായി കാര്യങ്ങളെ കാണുന്നത് കൊണ്ട് പറയുന്ന കാര്യമാക്കുകയേ വേണ്ട. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കായൻ പറയണ്ടല്ലോ, ആളുകൾ എന്നെ കല്ലെറിയും കൊല്ലും എന്നൊക്കെ. അപ്പൊ ഈ ലോകത്തിലെ ആദ്യത്തെ കൊലപാതകം നടത്തിയത് കായനല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ വളരെ കോമൺ ആയിട്ട് എല്ലാരും എന്നെ കൊല്ലും എന്ന് കായൻ എങ്ങനെ പറഞ്ഞാണ്? അതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൊല്ലുക എന്ന് പറഞ്ഞ പരിപാടി തന്നെ ആദ്യമായിട്ടാണ് കായനാണ് ആദ്യം കണ്ടുപിടിച്ചെങ്കിൽ ബാക്കിയുള്ളവര് രണ്ട് കാരണമുണ്ട്. ഒന്ന്, അവൻ ചെയ്തു തന്നെ മനുഷ്യൻ എന്നോട് ചെയ്യും എന്നുള്ള അവന്റെ നിലവിളിയാണത്. അതായത് തിന്മ ചെയ്യുന്ന ഒരുവന് അവന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധ്യമാണ്, പാപം ഞാൻ ചെയ്താൽ ലോകം മുഴുവനും എന്നെയും അതുപോലെ തന്നെ ആക്രമിക്കും. ഞാനൊരു അകൃത്യം ചെയ്താൽ ആ അകൃത്യം എനിക്ക് തിരിച്ചു കിട്ടും. നാച്ചുറൽ ലോയ്ക്ക് ഞാനും വിധേയനാണല്ലോ എന്ന് പാപം ചെയ്യുന്ന ഏതൊരുവനും തിരിച്ചറിയും. അങ്ങനത്തെ കായന്റെ ഒരു മനസാക്ഷിയെക്കുറിച്ച്, വംശത്തിന്റെ ഒരു മനസാക്ഷിയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, കായൻ എന്നൊരു മനുഷ്യനെ കുറിച്ച് പറയാനല്ല, സഹോദരനെ കൊല്ലുന്ന ഏതൊരാളെയും കുറിച്ച് പറയാനാണ്. അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളെ സൂചിപ്പിക്കാനാണ് ഒരുപക്ഷെ ആ ചരിത്രത്തിന്റെ ഘട്ടത്തിലുണ്ടായിരുന്ന ഇങ്ങനത്തെ രണ്ട് പേരെ എടുത്തു പറയുന്നത് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരെ ഒരേ സമയം രണ്ട് വ്യക്തികളാണ്, അതേസമയം തന്നെ പ്രതീകങ്ങളാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി വിഷയങ്ങൾ അതിനകത്തുണ്ട്. എനിവേ, എന്താ പറയാ, ഈ കായനാണിത് കണ്ടുപിടിച്ചതെന്നുള്ള അർത്ഥം ഇല്ല എന്നതുകൊണ്ടാണ് അവൻ മറ്റു മനുഷ്യരെ കുറിച്ച് അവിടെ വെച്ച് തന്നെ പരാമർശിക്കുകയൊക്കെ ചെയ്യുന്നത്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ ഈ കുർബാന വാഴ്ത്തുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ട്. അതായത് പണ്ടൊക്കെ ഞാൻ ഉണ്ടാകുന്ന എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുർബാന അന്ന് ഇല്ലായിരുന്നു, കുർബാന കൈക്കൊള്ളുന്ന പരിപാടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു സർക്കുലർ കണ്ടു. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് കുർബാന സ്വീകരിക്കുന്ന പാരമ്പര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് ഒരു സെൻറ്റൻസ് ഉണ്ട്. ഇത് ലത്തീൻ പള്ളികൾ, നമ്മളിപ്പോൾ ഞാൻ ഇന്ത്യക്ക് പള്ളിയിലാണ്, അവിടെയൊക്കെ ഇതുണ്ട്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷനാണ്. ഇത് തിയോളജിക്കലി ഇതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ഒരു ചോദ്യം വേണ്ട, അത് കഴിഞ്ഞിട്ട് പറയാം. അതായത് ഈ വിശുദ്ധ കുർബാന സ്വീകരണം സത്യത്തിൽ പരമ്പരാഗത പാരമ്പര്യത്തിൽ ഈ ദുഃഖവെള്ളിയാഴ്ച എന്നല്ലാ ദിവസത്തെ പറയേണ്ടത്, ശരിക്കും പറയേണ്ടത് പീഡാനുഭവ വെള്ളി എന്നാണ്. ഈ പീഡാനുഭവ വെള്ളി ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ശരിക്കും ലത്തീൻ ക്രമത്തിൽ ഉൾപ്പെടെ പണ്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് പറയുന്ന വാചകം എങ്ങനെയാണ്? അഗസ്തീനോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ പീഡാനുഭവ വെള്ളി അതാ എൻ്റെ ഏറ്റവും വലിയ പീഡാനുഭവത്തിന്റെ ദിവസമാണ്. കാരണം എന്താണ്? ഞാൻ എന്നും കണ്ടുമുട്ടുന്ന എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടുമുട്ടാതിരിക്കുമ്പോഴുണ്ടാകുന്ന കൊടിയ വേദന, നരകത്തിന്റെ അനുഭവം, അതായത് ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട മനുഷ്യന്റെ കൊടും വേദനയാണല്ലോ നരകം. ഈശോയെ കാണാൻ കഴിയാതെ, ഈശോയെ കണ്ടുമുട്ടാൻ കഴിയാതെ തിന്മ ചെയ്തു പോയ മനുഷ്യന്റെ അവസ്ഥ ഒരു ദിവസം ഞാൻ അനുഭവിക്കുന്നത് എന്നെ അതിന്റെ വില അറിയാനും ഈ എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള പരിഹാരം പോലെ അത് സ്വീകരിക്കാനും നരകത്തിൽ കഴിയുന്ന ആളുകളുടെ അവസ്ഥ എന്നെ ഭയപ്പെടുത്താനും ഒപ്പം കർത്താവിന്റെ സ്നേഹം എന്തുമാത്രം വലുതാണെന്ന് തിരിച്ചറിയാനും ഒക്കെ എന്നെ സഹായിക്കും എന്ന് വിശുദ്ധ അഗസ്തീനോസ് എഴുതുന്നുണ്ട്. ഇതിനെ തന്നെ പരിശുദ്ധ പിതാവ് ബെനഡിക്ട് മാർപ്പാപ്പ
ദ പിയേഴ്സ്ഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്നുള്ള പുസ്തകത്തിലാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് ഈ കാര്യത്തെക്കുറിച്ച് വീണ്ടും രാജസിംഗർ പാപ്പ പറയുന്നുണ്ട്. അത് ഏറ്റവും വലിയ സഹനത്തിന്റെ, കർത്താവിനെ കാണാതിരിക്കുന്ന വലിയ സഹനത്തിന്റെ അടയാളമായി ഒരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കാതിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയുടെ സമയം അതാണ്. ആ വേദനയാണ് ഞാനന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ശരിക്കും ഈശോയെ അത്രമാത്രം സ്നേഹിക്കാത്ത ഒരാൾക്കന്ന് സ്വീകരിച്ചില്ലെന്ന് ഓർത്തൊരു വേദനയും തോന്നില്ലല്ലോ എന്നായിരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുന്നത്, അല്ലെ? ശരിക്കും. പക്ഷെ ശരിക്കും അത് ഏറ്റവും തീക്ഷ്ണതയുള്ള ആത്മീയ മനുഷ്യന്റെ ഏറ്റവും വലിയ പീഡാസഹനമാണ് ഈശോയെ സ്വീകരിക്കാതിരിക്കൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പാരമ്പര്യമാണ് പണ്ടുണ്ടായിരുന്നു. പിന്നീട് വിശുദ്ധ കുർബാന അർപ്പണമില്ല, കുർബാന സ്വീകരണം നടന്നോട്ടെ എന്നൊക്കെ അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെയൊക്കെ അങ്ങ് ആയതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഈ മെൽക്കിസെദേക്കിന്റെ ലൈനേജും അതുപോലെ നമ്മൾ ഈ ദഹന ബലികൾ കൂടുതലും മോശയുടെ സമയത്തിന് ശേഷമാണെന്ന്, അത് അഹ്റോന്റെ സമയത്താണെന്ന് തോന്നുന്നു. ഒന്ന് അപ്പവും മീനും സമർപ്പിക്കുന്നത്, അതായത് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഒരു പ്രീസിഡന്റ് ആയിട്ട് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രാവിനെയും ആടിനെയും ഒക്കെ ബലി കഴിക്കുക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത് തമ്മിൽ എന്തെങ്കിലും മറ്റേ ദൈവത്തിന്റെ രണ്ട് തിയറികൾ പറയുന്നുണ്ടല്ലോ, ഈ യഹോവയിസ്റ്റ് മറ്റേ അങ്ങനെ, അതിന്റെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതുമായിട്ട്? കുറച്ച് പ്രീസ്ലി യാവിസ്റ്റ് ഡിഫറൻസസ് നരേഷനകത്തുണ്ടെന്നുള്ള ഒരു വശം മാത്രമാണ്. പക്ഷെ ശരിക്കും എന്നാന്ന് വെച്ചാല് ഈ യഹൂദര് മുഴുവനും എന്താ പറയാ, ധാരാളം ബലികൾ അർപ്പിച്ചിരുന്നു. അവരുടെ ധാന്യങ്ങളുടെ ബലി, കുരുവികളുടെ ബലി, കാളയുടെ ബലി, ഇങ്ങനെ പറയുന്ന ഒത്തിരി ബലി, പാപരിഹാര ബലികൾ, അങ്ങനെയൊക്കെ അർപ്പിച്ചു. പക്ഷേ വിശുദ്ധഗ്രന്ഥം ആരംഭിക്കുമ്പോൾ അവരുടെ തന്നെ പഞ്ചഗ്രന്ഥി, അവരുടെ പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് 5 ഗ്രന്ഥങ്ങൾ, മോശയുടെ പുസ്തകം. അതിനകത്ത് പറയുന്ന ഒരു ബലിയെക്കുറിച്ച് ഇവരാരും പറയുന്നില്ല. പിന്നീട് യഹൂദരൊരിക്കലും അത് അനുവർത്തിച്ചിട്ടില്ല എന്ന് ഹെബ്രായ ലേഖകൻ സൂചിപ്പിക്കുകയാണ്. അതായത് മെൽക്കിസെദേക്ക്, ഇതൊരു വലിയ വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം, പൗരോഹിത്യത്തെ കുറിച്ച് പറയേണ്ടതാണ്. മെൽക്കിസെദേക്കിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹമാണ് അബ്രാഹത്തെ ആശീർവദിക്കുന്നത്. അബ്രാഹത്തെ ആശീർവദിക്കുന്നു എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ സന്തതികളെല്ലാം അബ്രാഹം ആശീർവാദം സ്വീകരിക്കും, അബ്രാഹത്തിലുണ്ട്. അവൻ അബ്രാഹത്തിൽ നിന്നാണ് അതെല്ലാം പുറപ്പെടുന്നത്. റിവൈൻഡ് ചെയ്ത് വെച്ച് നോക്കൂ, അബ്രാഹത്തിൽ എത്തിച്ചേരും. അപ്പൊ അങ്ങനെ സകല ജനതകളെയും ആശീർവദിക്കുന്ന മെൽക്കിസെദേക്ക്, അവൻ എവിടുന്ന് വരുന്നതാണെന്നില്ല, ആകെ പറയുന്ന അവൻ സമാധാനത്തിന്റെ രാജാവാണ് എന്നാണ്. സമാധാനം ഒരു സ്ഥലമൊന്നുമല്ല രാജാവ് എന്ന് പറയാൻ, അങ്ങനത്തെ ഒരു രാജാവാണ്. അതായത് നേരെ മിശിഹായിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അതുവരെ എത്രയോ തവണ വായിച്ചിട്ടും യഹൂദരാരും തിരിച്ചറിയാതിരിക്കുന്ന മിശിഹാ പ്രവചനമാണ് സത്യത്തിൽ. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വീണ്ടും അത്ഭുതകരമായി നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ലോ, അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പിക്കേണ്ടയാൾ ഈശോ തന്നെയാണ്, അവൻ ഇനിയും വന്നിട്ടില്ല എന്ന് അവർക്ക് അവരുടെ ആത്മാവിൽ അറിയാവുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അവരത് പിന്നെ ചെയ്യാതിരുന്നത്. അവരൊരിക്കലും അപ്പവും വീഞ്ഞും ഉപയോഗിച്ചൊരു ബലിയർപ്പണം അവർക്കില്ല. എന്നാൽ അത് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നതെന്ന് ഓർക്കണേ. സത്യത്തിൽ അവരതിനെ എത്ര കാര്യമായി കൊണ്ടുനടക്കണ്ട, പക്ഷെ അത് അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അപ്പൊ അത് ഈശോയെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ആ പ്രവചനം മിശിഹായിലാണ് പൂർത്തിയാവുക ചെയ്യുന്നത്. എന്നാൽ മറ്റ് ബലികളൊക്കെ, ഈ ഹെബ്രായ ലേഖനം ഒന്ന് സൂക്ഷ്മമായി വായിച്ച ഈ ഡിഫറൻസ് മനസ്സിലാവും. മറ്റ് ബലികളൊക്കെ താൽക്കാലിക ബലികളാണെന്ന് അവർക്കറിയാം. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അന്തരംഗത്തെ ശുദ്ധി ചെയ്യാൻ കഴിവില്ലാത്ത ബലികളും കാഴ്ചകളുമായിട്ടാണ് പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ അങ്ങനെ എല്ലാ വർഷവും അതുകൊണ്ട് അർപ്പിക്കപ്പെടേണ്ടി വരും. അത് മാറുന്നില്ല, അതങ്ങനെയൊക്കെ. ആ ഡിഫറൻസും അവരർപ്പിക്കുന്ന എല്ലാ ബലികളുടെ ഡിഫറൻസും മിശിഹായി അർപ്പിച്ച തന്റെ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചുകൊണ്ടുകൂടെയുള്ള ബലിയർപ്പണവും തമ്മിലുള്ള അന്തരം വിശദീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അത്. അച്ഛ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛ, എനിക്ക് 2 ചോദ്യമാണ് അച്ഛനോട് ചോദിക്കാനുള്ളത്. ചോദ്യമല്ല കേട്ടോ, സംശയമാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനവും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി രചിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ വചനവും തിരുവചനം എന്നതാണ് ഞാൻ വിളിക്കുന്നതും. ജീവിതത്തിലെ പ്രതിസന്ധികളില് ഈ തിരുവചനങ്ങൾ ആവർത്തിച്ചു ചൊല്ലി പ്രതിസന്ധികളെ മറികടക്കാറുമുണ്ട്. അങ്ങനെയെങ്കിൽ ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം തിരുവചനത്തെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാമോ, തിരുവചനം എന്ന് വിളിക്കാമോ? ഇതാണ് എന്റെ സംശയം. നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷോർട്ടായിട്ട് പറയാം. തിരുവചനം വിശുദ്ധഗ്രന്ഥത്തിലെ എല്ലാ ഭാഗങ്ങളും മുഴുവനും, വിശുദ്ധഗ്രന്ഥം മുഴുവനും അതിന്റെ എല്ലാ ഭാഗങ്ങളും ദൈവവചനമാണ്, ദൈവനിവേശിതമാണ്. എന്നാൽ അതിലെ എല്ലാ ഭാഗങ്ങൾക്കും ഒരേ ഉദ്ദേശമല്ല ഉള്ളത്, ഒരേ ഉപയോഗമല്ല ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് കർത്താവ് നേരിട്ട് തരുന്ന കൽപ്പനകളായിട്ടുള്ളവയുണ്ട്, സഭാജീവിതത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളുണ്ട്, നമ്മൾ വെറുതെ അറിയാൻ വേണ്ടി മാത്രം എഴുതിയേക്കുന്ന കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് യൂദാസ് തൂങ്ങി മരിച്ചു, എന്തിനാണ്? നമ്മളതുപോലെ അനുവർത്തിക്കാനാണ്? അല്ല,
ചുമ്മാ അറിയാൻ വേണ്ടി മാത്രമാണ്. ചിലത് നമുക്ക് മാതൃകയാകാൻ, ചിലത് നമ്മൾ ചെയ്യാതിരിക്കാനും കൂടെ എഴുതിയേക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തെ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞ് അതിജീവിക്കുന്ന മാന്ത്രിക വാചകങ്ങളായിട്ട് കരുതേണ്ടതില്ല. പകരം അതിന്റെ സന്ദേശത്തെയാണ് ഗ്രഹിക്കേണ്ടത്. അതിന്റെ ഭാഗങ്ങളെ വായിക്കാം, ആദ്യം മുതൽ അവസാനം വരെ വായിക്കാം. അതിലൂടെ കർത്താവ് സംസാരിക്കുന്നത്, സഭ ജീവിച്ചത് അറിയാം. അതുകൊണ്ട് വചനം എഴുതപ്പെട്ടത് മാത്രമല്ല വചനം, സഭാജീവിതം മുഴുവനും വചനമാണ്. ഇങ്ങനെ തുടങ്ങുന്ന വലിയ വിഷയം അതിനകത്തുണ്ട്. ഇനി പറഞ്ഞതിന്റെ ഷോർട്ട് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ദൈവവചനവും ദൈവിക വെളിപാടും ദൈവവചനവും എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന ഒരു പുസ്തകം ഈ അടുത്ത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് നാളുകൾക്കകത്ത് പബ്ലിഷ് ചെയ്യും. അതിനകത്ത് ഈ വിഷയം സുദീർഘമായിട്ടുണ്ട്. ഞാനത് എപ്പോഴെങ്കിലും തരാൻ പറ്റുവാണെങ്കിൽ തരികയോ എന്നും പ്രാശബ്ദക്കാരായിരിക്കും എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇതിന്റെ ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒരു വിശുദ്ധ ഗ്രന്ഥം എന്താണ്, വചനങ്ങൾ എങ്ങനെയാണ്, വചനങ്ങളാണോ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി വിഷയങ്ങളുണ്ടല്ലോ. അവയുടെ ഒരു ചെറിയ ഹാൻഡ് ബുക്ക് പോലെ നമുക്ക് ഇമ്മീഡിയറ്റ് റെഫറൻസിന് വയ്യാവുന്ന പോലെ അത് തയ്യാറായിക്കൊണ്ടിരിക്കും. എൻ്റെ പ്രൂഫ് റീഡിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു, അവിടെ തന്നെ അത് പബ്ലിഷ് ചെയ്യും. അപ്പം അതിനകത്ത് ഇങ്ങനത്തെ വിഷയങ്ങൾ കുറെ കൂടെയുണ്ട്. ചുമ്മാ അതിനെ പൂർത്തിയാക്കി ഒരു നന്ദി അച്ഛാ. ഇനി രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത്, അവ്വായും പർദീസായിട്ട് നടക്കുന്ന പിന്നെ ആപ്പിൾ മരത്തിലെ ഏതോ ഒരു പഴം ഭക്ഷിച്ച് അവർ വലിയൊരു തെറ്റ് ചെയ്തതിന്റെ ഫലമായിട്ട് നമ്മൾ പർദീസായിൽ നിന്ന് പുറത്തു വന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടാലേയിരുന്നു നമ്മൾക്ക് വലിയൊരു പാപം നമ്മുടെ മേലെ വരുത്തി വെച്ചു, അനുസരണക്കേട് വഴി. അതിന് പരിഹാരം ചെയ്ത് നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയിട്ട് ദൈവപുത്രനായ ഈശോ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ഈശോയെ ദൈവമാണെന്നറിയാതെ പീലാത്തോസ് കുരിശിൽ കയറ്റാൻ വിധിക്കുകയും കയ്യപ്പാസ് അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തപ്പോ അവര് ചെയ്തത് അതിനേക്കാളും വലിയൊരു തെറ്റ് മനുഷ്യവംശത്തിന്റെ മേലെ വരുത്തി വെച്ചില്ലേ? അത് വേണമായിരുന്നോ? മനുഷ്യരക്ഷയ്ക്ക് അത് വേണമായിരുന്നോ? ഇത് ഒറ്റ വാക്കിൽ പറയുന്നതിനേക്കാൾ നമ്മൾ ഇത്രയും നാൾ കേട്ടതിന്റെ എല്ലാത്തിന്റെയും കൂടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഒന്നാമത് ആപ്പിൾ നിന്ന് മരമൊന്നുമില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു വൃക്ഷം സൂചിപ്പിക്കുന്നത് തന്നെ എന്തൊക്കെയാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായാലും തന്നെയും ചോദ്യം ഇതാണ്, ഉൽപ്പത്തിയിൽ സംസാരിക്കുന്ന ആദി പാപവും മനുഷ്യന്റെ പാപവും മിശിഹായിലൂടെ നൽകപ്പെട്ട രക്ഷയുമാണ് നമ്മുടെ വിഷയം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം ഇതൊരു കടല് പോലെ കിടക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഞാനിങ്ങനെ എവിടെ പറഞ്ഞു തുടങ്ങണം എന്ന് ആലോചിക്കുന്നത്. ചോദ്യം ഇതാണ്, ആദവും ഹവ്വായും പാപം ചെയ്തു, അതിന്റെ പരിണിതഫലമായി മിശിഹ വരേണ്ടി വന്നു, ഇനി ഈശോയെ അവര് കൊല്ലാനിട വന്നു, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതിനെ വളരെ ഷോർട്ടായിട്ട് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, മനുഷ്യന് ദൈവം നൽകിയത് സ്വാതന്ത്ര്യത്തോടു കൂടെയുള്ള ഒരു ഹ്യൂമൻ എക്സിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ പാപവും പുണ്യവും ചെയ്യാനുള്ള സാധ്യതയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, അവന് രണ്ട് സാധ്യതകളുമുണ്ട്. ഇനി ആ സാധ്യത എന്തിനു നൽകി? അവൻ ദൈവത്തിന്റെ ഛായയിലായിരിക്കാൻ വേണ്ടിയാണ് നൽകിയത്. ഒന്നാമത്തെ കാര്യം. കാരണം ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ആ ഛായയിലാണ് ദൈവം അവനെ സൃഷ്ടിച്ചത്. ഇനി അത് കൊടുത്തില്ല എന്ത് പറ്റും? അവന് പാപം ചെയ്യാൻ പറ്റുകയില്ലാത്ത പോലെ അവനെ സൃഷ്ടിച്ചാൽ എന്തു പറ്റും? അവൻ നന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആ നന്മയൊന്നും അവന്റെ ആയിരിക്കില്ല. കാരണം എന്താ? അവന് മറ്റൊന്നും ചെയ്യാനില്ല, അവനത് മാത്രമേ ചെയ്യാൻ പറ്റും. ഒരു യന്ത്രം, ഒരു വാച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ അവൻ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവൻ ചെയ്യുന്ന ഒരു നന്മയ്ക്കും അവൻ അവകാശപ്പെടാൻ പറ്റില്ല, സ്വാതന്ത്ര്യമില്ലെങ്കിൽ. സ്വാതന്ത്ര്യമുള്ളവൻ ചെയ്യുന്ന നന്മകൾ മാത്രമാണ് അവൻ്റെതാവുള്ളൂ. അപ്പൊ അവന്റെ നന്മ അവനുണ്ടെങ്കിലേ അവന് സ്വർഗത്തിന് അവന്റെ സ്വർഗം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അവന്റെ സ്വർഗമായി മാറുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊരു അൺഅവോയ്ഡബിൾ ഈവിൾ എന്ന് പറയാവോ, ആണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് നൽകി അവൻ അതിനെ മിസ്യൂസ് ചെയ്തു. സ്വാഭാവികമായും അവൻ തന്നെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറത്താകുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവൻ നഷ്ടപ്പെടുത്തി കളയുന്നത് അവന്റെ ആത്മാവിനെയാണ്. അവൻ പാപം മൂലം നഷ്ടപ്പെടുത്തി കളയുന്ന ദൈവത്തോടുള്ള അവന്റെ ബന്ധത്തെ അവൻ സാത്താന് വിൽക്കുന്ന, ആലങ്കാരികമായി പറഞ്ഞ അവൻ വിൽക്കുന്നത് അവന്റെ ഏറ്റവും മൂല്യമുള്ള ഘടകത്തെയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ നല്ല സമരിയക്കാരന്റെ ഉപമയിലൊക്കെ കർത്താവ് പറയുന്നത്. അവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്നുള്ളതൊക്കെ കവർന്നെടുത്ത് അവനെ മരണാധീനായി ഉപേക്ഷിച്ചിട്ട് പോകുന്ന കള്ളനെ കുറിച്ച് പറയുന്നത്. അവന്റെ വിലയുള്ളൊക്കെ അവന്റെ ധനം മുഴുവനും എടുത്തിട്ട് പോയി, അവനെ ഉപേക്ഷിക്കുകയും ചെയ്തു. മുറിവേറ്റവനായിട്ട് അവൻ മനുഷ്യവംശം ഭൂമിയിൽ കിടക്കുന്നു. അപ്പൊ അവന്റെ ഏറ്റവും വിലയുള്ളത് അവനിലുള്ള ദൈവാംശമാണ്, ദൈവത്തോടുള്ള ബന്ധമാണ്. അതാണ് അവനെ ചുമ്മാ മനുഷ്യനിൽ നിന്നും ദൈവിക മനുഷ്യനായി നിലനിർത്തുന്നത്, അഥവാ ഹ്യൂമൻ ആകുന്നത്. അല്ലെ, അവൻ വെറും ആനിമലാണ്. അപ്പൊ ഇവൻ ദൈവത്തോട് വിച്ഛേദിക്കപ്പെടുന്നതോടുകൂടെ ഇങ്ങനെ കരണ്ട് പോയ ഒരു ബൾബ് എങ്ങനെയിരിക്കും? ഉദാഹരണം പറഞ്ഞതാണ്. കരണ്ട് പോയ ഒരു ബൾബ് പോലെ
അങ്ങനെ അവൻ അധപ്പതിച്ചു പോകുന്നു. അപ്പൊ അവനെ ജ്വലിപ്പിക്കുന്നു, അവനെ ഒരു ബൾബിന്റെ ബൾബാക്കുന്നതും പ്രകാശം കൊണ്ടും ഒക്കെ അതിനകത്തുള്ള വൈദ്യുതിയാണ്. അതിനോടുള്ള ബന്ധം വിച്ഛേദിക്കൊണ്ട് അവൻ പിന്നെ ഒരു പ്രയോജനം എടുത്തു. എന്നതുപോലെ മനുഷ്യൻ അവനെ തന്നെ ദൈവത്തിൽ നിന്ന് വിച്ഛേദിച്ചതോടുകൂടെയാണ് ഇവൻ തകർന്നു പോയത്. ഇനി ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കുമ്പോൾ അവൻ സ്വാഭാവികമായും മറ്റൊന്നിന്റെ അടിമയാകും. അതുകൊണ്ടാണ് പൗലോസിലെയൊക്കെ അങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത്, ഒന്നുകിൽ നീ ദൈവത്തിന്റെ അടിമ അല്ലെങ്കിൽ തിന്മയുടെ അടിമ, ഇതിലേതെങ്കിലും ഒന്നേ ആകാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ അടിമയായിരിക്കുമ്പോൾ നീ സ്വതന്ത്രനാണ്, ഇവിടെ അവൻ അടിമയുമാണ്. അപ്പൊ അവനെ തന്നെ താൽക്കാലിക സുഖത്തിന് വെച്ചു മാറുകയാണ്. അവനിലുള്ള ദൈവാംശത്തെ, ദൈവ സാന്നിധ്യത്തെ, ദൈവബന്ധത്തെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടാണ് അവൻ സാത്താൻ തരുന്ന നിർദ്ദേശം സ്വീകരിക്കുന്നത്, അവന്റെ കീഴിലാകുന്നത്. അതുവരെ ദൈവകൽപ്പനകൾക്ക് വിധേയനായിരുന്ന അവൻ ഇനി സാത്താന്റെ കൽപ്പനകൾക്ക് വിധേയനായി മാറുന്നത്. അങ്ങനെ അവനെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. സ്വാഭാവികമായും അവനെ വീണ്ടെടുക്കാൻ കഴിയാണ്ടാവും. അത് അടിമത്വത്തിന്റെ പ്രത്യേകതയാണ്. അടിമയ്ക്കൊരിക്കലും തന്നെ തന്നെ വീണ്ടെടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? കാരണം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അടിമയെ യജമാനൻ മേടിച്ചു എന്ന് വിചാരിച്ചു, 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചു. അവനൊരു ദിവസം കൂലി 500 രൂപ ഉണ്ടാവും. ഇവൻ എന്നാണ് ഇത് വീട്ടിൽ തീർക്കാൻ പറ്റുന്നത്? അപ്പൊ ഒരിക്കലും അവനത് വീട്ടിൽ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ അടിമയായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ ആർക്കാണ് പിന്നെ അവനെ രക്ഷിക്കാൻ പറ്റുന്നത്? ഒന്നുകിൽ അവന് നഷ്ടം വന്നത് കൊടുക്കാൻ കഴിവുള്ള ഒരാൾക്ക്, അതായത് 10 ലക്ഷം രൂപയ്ക്കാണ് അവൻ മേടിക്കപ്പെട്ടതെങ്കിൽ അത് കൊടുക്കാൻ കഴിവുള്ള ഒരാൾക്ക് അത് കൊടുത്ത് അവനെ മേടിക്കാം. റാൻസം അഥവാ മോചനദ്രവ്യം എന്നാണ് അതിന് വിളിക്കുന്നത്. റാൻസം ഫോർ മെനി എന്ന് പറയില്ലേ, റാൻസം അഥവാ മോചനദ്രവ്യം. സത്യത്തിൽ അതുകൊണ്ടാണ് വിശുദ്ധഗ്രന്ഥത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, അവൻ അനേകർക്ക് മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ദൈവത്തെയാണ്. അവന്റെ ഉള്ളിന്, അവന്റെ ജീവിതത്തിന് ദൈവത്തിന്റെ വിലയുണ്ട്. അപ്പോൾ അവനെ വീണ്ടെടുക്കാൻ ദൈവം എന്ത് ചെയ്യേണ്ടി വരും? ദൈവം ഒന്നുകിൽ അവനെ തന്റെ അധികാരം ഉപയോഗിച്ച് ചുമ്മാ അങ്ങ് കവർന്നെടുക്കാം. പക്ഷെ അപ്പോഴും നീതി സംഭവിക്കില്ല. കാരണം ഒരു കാര്യം കവർന്നെടുക്കുന്ന നീതിയല്ലല്ലോ, അതിനുള്ള വില കൊടുത്ത് മേടിക്കലാണ് നീതി. അതുകൊണ്ട് നീതിമാനായ ദൈവം അവന്റെ അസ്തിത്വം, അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ വില ദൈവം തന്നെ ആയതുകൊണ്ട്, ദൈവത്തെ തന്നെയാണ് നഷ്ടപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ദൈവം തന്നെ തന്നെ നൽകിക്കൊണ്ടാണ്, തന്നെ തന്നെ മരണവിധേയമാക്കിക്കൊണ്ടാണ് അവിടുന്ന് മനുഷ്യവംശത്തെ വീണ്ടെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നക്ഷലിനകത്ത് നിന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. അപ്പൊ അത് വെച്ച് എന്നിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പം മറ്റു കാര്യങ്ങളൊക്കെ, ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ് ഒക്കെ ഒരു 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 പെരിഫറിയിൽ നിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ, ഇപ്പം അവര് കൊന്നത്, അവര് വലിയ പാപമല്ലായിരുന്നു, ഈശോയെ തന്നെ കൊന്നു കളഞ്ഞില്ലേ എന്ന് പറയുന്നതൊക്കെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കങ്ങ് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി ഈശോയുടെ കുരിശുമരണം അതൊരു അനിവാര്യതയായിരുന്നു എന്ന് ചോദിച്ചാൽ, എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂദാസ് ഒറ്റിക്കൊടുത്തത് ഈശോയുടെ കുരിശുമരണത്തിന് കാരണമായിരുന്നു ചോദിച്ചാൽ അതും അല്ലായിരുന്നു. കാരണം എന്താണ്? അവിടുത്തെ പ്രബോധനങ്ങളും അവിടുത്തെ കമ്മിങ്ങും അവിടുത്തെ വരവും തന്നെയാണ് അവിടുത്തെ കുരിശുമരണത്തിന് കാരണമായത്. അതായത് താൻ ദൈവമാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുന്നതും അവിടുന്ന് വിമോചനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതും തന്നെയാണ് അവിടുത്തെ ഈശോയെ കുരിശുമരണത്തിലേക്ക് തള്ളിവിടുന്നതും അല്ലെങ്കിൽ നയിക്കുന്നതും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പെരിഫറൽ കാരണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മാത്രമാണ് ബാക്കിയൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊരു തിന്മ എന്നതിനേക്കാൾ ഒരർത്ഥത്തിൽ കയ്യാഫാസ് പറയുന്നതാണ് അതിന്റെ ശരിയായ കാര്യം. കയ്യാഫാസ് അർത്ഥം മനസ്സിലാക്കാതെയാ പറയുന്നത്, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഈശോ ഒത്തിരി പേരെ വഴിതെറ്റിക്കുന്നേക്കാളും നല്ലത് ഈശോയെ കൊല്ലുന്നതാണെന്നാണ് കയ്യാഫാസ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവൻ പ്രധാന പുരോഹിതനായതുകൊണ്ട് അവൻ പ്രവചിക്കുകയായിരുന്നു, ദൈവനാമത്തിൽ സംസാരിക്കുകയായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ പറയുന്നത്. സത്യത്തിൽ അതാണ് അതിന്റെ സത്യവും. അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് മരിക്കുന്നത് നന്മയായിരുന്നു എന്നാണ് അതിന്റെ ഷോർട്ടായിട്ട് പെട്ടെന്ന് പറയാവുന്ന കാര്യം. ഇതൊരു കടൽ പോലെ കിടക്കുന്ന വിഷയമാണ്. നമ്മളൊരു മുൻപത്തെ വലിയ ശനിയാഴ്ചത്തെ ക്ലാസ്സിലോ മറ്റോ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സുദീർഘമായി സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു അതായത് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണല്ലോ, ദർ ഇസ് നോ റിയാക്ഷൻ ഇൻ ഗോഡ്. ദൈവത്തിൽ ഫസ്റ്റ് ആക്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണല്ലോ. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ ഈ കുരിശിന്റെ വഴി അർപ്പിക്കുമ്പോൾ അതിനകത്ത് അവസാനം ഒരു പ്രാർത്ഥന ഉണ്ടല്ലേ, പിതാവേ പുത്രന്റെ ഈ പീഡാസഹനം മതിയല്ലോ അങ്ങേ പ്രസാദിപ്പിക്കാൻ. അത് കേൾക്കുമ്പോൾ പണ്ട് മുതൽ എനിക്ക് ഒത്തിരി വേദനയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം പ്രസാദിച്ചിരിക്കും പൂർണ്ണതയാണല്ലോ. There is no reaction in God also. സത്യത്തിലെ ആ വാചകത്തിന്റെ പ്രശ്നമാണ്. ആ വാചകം ഭയങ്കര തെറ്റിദ്ധാരണജനകമാണ്. ഞാനത് പലപ്പോഴും അങ്ങനെ ചെല്ലാറുമില്ല.
പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണെന്നറിയാമോ? അതൊരു സിംബോളിസമാണ്. അതായത് പഴയ നിയമത്തിലൊക്കെ കാണുന്ന ഒരു മൃഗബലിയിൽ പ്രസാദിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനകളുണ്ടല്ലോ. ഇനി പ്രസാദിക്കുന്ന വഴി എന്താ സംഭവിക്കുന്നത്? അതിന്റെ ഫലങ്ങൾ അവർക്ക് കിട്ടുന്നു എന്നതാണ്. സത്യത്തിൽ സംഭവിക്കുന്ന എന്താണ്? പുത്രന്റെ അനുസരണം വഴി മനുഷ്യവംശം വീണ്ടെടുത്തതിലാണ് ദൈവം പ്രസാദിക്കുന്നത്, അല്ലാണ്ട് ആ മരണത്തിലല്ല. അതിന് ആ വാചകത്തിന്റെ പ്രശ്നമുണ്ട്. ഈ മിശിഹായുടെ കുരിശുമരണം വഴി മനുഷ്യവംശം വീണ്ടെടുത്തതിൽ പ്രസാദിച്ച പിതാവേ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? പിതാവിന്റെ പ്രവൃത്തി പുത്രനിൽ പരിശുദ്ധാത്മാവ് ആവിഷ്കരിക്കുന്നതാണല്ലോ വാസ്തവത്തെ കുറിച്ച് പറയണം, അല്ലെ? അത് പിതാവിന്റെ പ്രവൃത്തി തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞേ, എന്നെ കാണുന്ന പിതാവിനെ കാണുന്ന ഞാൻ പിതാവ് ഒന്നാണ്. അപ്പൊ ദൈവ സ്നേഹമാവുന്ന അസന്നിഗ്ധമായിട്ട് ലോകത്തിൽ വെളിപ്പെടുത്തിയത് ഈ കുരിശിൽ വെച്ചുകൂടാണല്ലോ, അല്ലെ? ദൈവത്തിന് നീതിയും ദൈവത്തിന് കാരുണ്യം എല്ലാം വെളിപ്പെടുന്നത് കുരിശിലാണല്ലോ യഥാർത്ഥത്തില്. ഞാൻ ഞങ്ങളുടെ വിചാരിച്ചിനെ ഒരിക്കൽ പറഞ്ഞ അങ്ങനെ ഒരു, അപ്പം പിന്നെ അച്ഛൻ അത് നിർത്തിയായിരുന്നു. അങ്ങനെ ഒരു സെൻസ് വായിക്കത്തില്ലായിരുന്നു. അത് ആ ഭാഗം ഒഴിവാക്കുന്നത് നല്ലതാണ്. കൃത്യമായി പറയാൻ ചെല്ലുന്നില്ലെങ്കിൽ അതൊരു മാറ്റം വരുത്തേണ്ട ഒരു വാചകമാണത്. ശരിക്കും തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷെ ശുദ്ധമായ അർത്ഥത്തിൽ അതിനകത്ത് പ്രശ്നമൊട്ടില്ല താനും. അതിന്റെ പ്രതീകാത്മകമായ ശരിക്കും ആലോചിച്ചാൽ, പക്ഷെ അങ്ങനെ ആലോചിക്കില്ല ആളുകൾ. ഗുഡ് ഈവനിങ് അച്ഛാ. എനിക്ക് ഉള്ള സംശയം, ഉത്ഭവഭാവം നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൽ കൂടെ ഇല്ലാതാവുന്നുണ്ട്. അത് കഴിഞ്ഞ് യേശു ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി. അങ്ങനെയാണെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന തെറ്റുകൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. ഇപ്പൊ നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചതെന്നാണ് നമ്മുടെ കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചെന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുമ്പസാരിക്കാതെ തന്നെ നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടതല്ലേ? അവസാനം പറഞ്ഞ എന്തായിരുന്നു? അതായത് യേശു ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കുരിശുമരണം പ്രാപിച്ചത്. അങ്ങനെ ഒരു സെന്റൻസ് പറയുമ്പോൾ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ പാവങ്ങൾക്ക് വേണ്ടി കുരിശിലേറ്റപ്പെട്ടു. അപ്പോ അതിന്റെ അർത്ഥം നമ്മുടെ പാവങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് യേശു ക്രിസ്തു മരിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന് സ്വർഗത്തിൽ പോകാൻ വേണ്ടി കുമ്പസാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടി പാവങ്ങളെല്ലാം ക്ഷമിച്ചില്ലേ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഈശോ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു. പൗലോസ് പറഞ്ഞ വേറെ കാര്യമുണ്ട്. പാപം എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ട് വീണ്ടും പാപം ചെയ്താൽ നിനക്ക് വേണ്ടി അർപ്പിക്കാൻ മറ്റൊരു ബലി അവശേഷിക്കുന്നില്ല എന്നും കൂടെ നമ്മൾ വിശുദ്ധ വായിക്കും. ഇനി കുമ്പസാര എന്താണ്? മാമോദീസയിൽ ലഭിച്ച പ്രസാദവരത്തെ, വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർക്ക് പിന്നീടുള്ള രക്ഷാസങ്കേതമാണത്. പാപം ചെയ്യുന്നു കുമ്പസാരിക്കുന്നു, പാപം ചെയ്യുന്നു, അങ്ങനെയല്ല. അത് ശിക്ഷയും കൂടെ അതിന്റെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത്ര ഈസി അല്ല അത്. ഇനി പാപം ചെയ്താൽ അതിന്റെ ശിക്ഷയും കൂടെ കൂടി വന്നുകൊണ്ടിരിക്കും. ഇനി അതുകൊണ്ട് തന്നെ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നത് പോലെ പാപം ചെയ്താൽ ഇപ്പൊ എന്താ, കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ പോരാ. ഇനി കുമ്പസാരം എന്ന് പറയുന്നത് പാപം ചെയ്തു പോയ മനുഷ്യന് വീണ്ടും ദൈവം വെച്ച് നീട്ടുന്ന ഒരു 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 പരിഹാരമാണ്. അഥവാ വീണ്ടും രക്ഷിക്കാനുള്ള ഒരു സ്പേസ് ഇടലാണ്. അതോടുകൂടി അവനെ നശിപ്പിച്ച് കളയാം. സിംഗിൾ ചാൻസിൽ നശിപ്പിച്ച് കളയുന്നതല്ല അത്. ഇനി ഈശോയുടെ കുരിശുമരണം നമ്മുടെ പാപങ്ങൾക്ക് മോചനകരമാണ്. പക്ഷെ നമ്മൾ അത് സ്വീകരിക്കുകയും കൂടി ചെയ്യണം. നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് അതായത് റിസീവിങ് എലമെന്റും കൂടെ ഉണ്ട്. അതാണ് ഈ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, കർത്താവിന്റെ പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു, എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. എന്താണ് ആ കുറവ്? അതിന്റെ സ്വീകരണമാണ് ആ കുറവ്. ഞാൻ സ്വീകരിക്കുകയും കൂടെ ചെയ്താലേ ആ രക്ഷാകർമ്മം പൂർത്തിയാവുകയുള്ളൂ, എന്നിൽ പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് എനിക്ക് തന്നതിനെ ഞാൻ സ്വീകരിക്കുന്ന പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ വീണ്ടും സ്വീകരിക്കുന്ന പ്രവൃത്തിയാണ് പരിശുദ്ധ കുമ്പസാരം. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമാണോ? എനിക്ക് ഉത്തരം കിട്ടി. എന്നാലും എന്റെ ഒരു സംശയം എന്ന് വെച്ചാൽ, ഈ യഹൂദരാണല്ലോ യേശു ക്രിസ്തുവിനെ കുരിശിൽ ഏറ്റുന്നത്. അപ്പം ആ കുരിശിൽ ഏറ്റപ്പെട്ടതോടുകൂടി യഹൂദരുടെ പാവങ്ങളും മോചിച്ച് അന്ന് വരെ ഉള്ളവരെല്ലാം സ്വർഗത്തിൽ പോയി കാണുമോ എന്നൊരു ഇല്ല. അതായത് ഞാൻ പറഞ്ഞില്ലേ, അത് സ്വീകരിക്കുന്നവർക്കാണത് പ്രയോജനമാകത്തുള്ളൂ. എല്ലാവർക്കുമായി ഫുഡ് ഉണ്ടാക്കി കുറച്ച് പേരൊന്ന് കഴിച്ചു, അപ്പൊ എല്ലാവരും വിശപ്പ് മാറിയോന്ന് ചോദിക്കണ പോലെയാ അത്. അച്ഛൻ, നമ്മൾ ഈ കരുണ മേഴ്സി കില്ലിങ്ങിനെ പറ്റിയിട്ട് ഇപ്പൊ നമ്മൾ വായിക്കണില്ല അച്ഛാ. അത് മേഴ്സി കില്ലിങ്ങിനെ സഭ അനുവദിക്കുന്നുണ്ടോ അച്ഛാ? അയ്യോ, ഒരിക്കലുമില്ല. മേഴ്സി കില്ലിങ് അതൊരു മേഴ്സി ഇല്ലാത്ത കില്ലിങ് ആണ്. അത് കൊലപാതകമാണ്. ഈ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. കുറച്ച് വിശദമായി പറയേണ്ട വിഷയവുമാണ്. നമുക്കൊരു അടുത്ത ദിവസത്തേക്ക് അത് മാറ്റിവെക്കാം. മേഴ്സി കില്ലിങ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ച ഒരു വീഡിയോ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മേഴ്സി കില്ലിങ് ഞാൻ അടുത്ത ദിവസം പറയാം. കാരണം ഇത് പെട്ടെന്ന് പറഞ്ഞാൽ തീരത്തില്ല. ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. മേഴ്സി കില്ലിങ് എന്ന് പറയുന്നത് ഗൗരവമുള്ള പാപമാണ്, ഔത്തനേസിയ. അത് കാരുണ്യരഹിതമായ കൊലപാതകമാണ്.
രണ്ട് കാരണത്താലാണ് അതിനെ ഒന്ന് അത് കൊലപാതകം തന്നെയാണ്. ആളുകൾ യൂത്തനേസിയ എന്ന് വിളിക്കുന്നത് ഒരാളുടെ ഭയങ്കര സഹനം, ഭയങ്കര പാടുപീടകൾ ഇങ്ങനെ സഹിച്ചു കിടക്കുവാണ്, അതിന് കൊന്ന് രക്ഷപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ്. സഹനം അതിൽ തന്നെ അത്ര മോശം കാര്യമല്ല. അങ്ങനെയായിരുന്നു ഈ മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് പീഡാസഹനം എന്ന മാർഗം സ്വീകരിക്കുമായിരുന്നില്ല. സഹനങ്ങൾ എപ്പോഴും മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതും കൂടെയാണ്. ഇനി അങ്ങനെ ഒരു കാരണം ഒരു അപ്പൻ അങ്ങനെ കിടക്കുവാണെങ്കിൽ ആളെ കൊന്നല്ല ഒഴിവാക്കേണ്ടത്, പകരം മാതാപിതാക്കളോട് ചേർന്ന് മക്കൾ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ ആശ്വസിപ്പിക്കുക, പാലിയേറ്റീവ് കെയർ, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരിക്കലും കൊലപാതകം അതിന് പരിഹാരം, അതായത് പൂർണ്ണമായ അർത്ഥത്തിൽ കൊലപാതകമാണ്, കൂടുതൽ ക്രൂരമായ കൊലപാതകവുമാണ്. ഇനി എന്നെ ഒന്ന് കൊന്നോളൂ, ഞാൻ എനിക്ക് ഇനി ജീവിക്കാൻ വയ്യ, ഭയങ്കര വേദന എടുക്കണോ എന്നൊരാൾ പറയുമ്പോൾ പോലും അയാൾ മരിക്കണമെന്നല്ല പറയണേ, എന്നെ ഈ വേദനയിൽ നിന്ന് സഹായിക്കുമെന്നാണ് അയാളുടെ നിലവിളിയുടെ അർത്ഥം. അതുകൊണ്ട് ഒരു വിധത്തിൽ ആളാവശ്യപ്പെട്ടാലും മറ്റൊരാൾക്ക് തോന്നിയാലും കൊല്ലാൻ നമുക്ക് ഒരു അവകാശവും ഇല്ല. മേഴ്സി കില്ലിംഗ് മാരകമായ പാപമാണ്, ക്രൂരമായ കൊലപാതകമാണ്. അച്ഛാ, എനിക്കൊരു സംശയം, ചെറിയൊരു സംശയമാണേ. ദൈവം അശരീരിയാണ്, നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിരുന്നല്ലോ. അപ്പം ദൈവത്തിന് രൂപവും ഭാവവും ഇല്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ 3-ാം അധ്യായം 8-ാം വാക്യത്തില് വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. അപ്പൊ ഈ ഉലാത്തുക എന്ന് പറയുമ്പോൾ നടക്കുന്നതായിട്ടാണല്ലോ. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്തുള്ളതൊന്നും അക്ഷരാർത്ഥത്തിലല്ല എടുക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ. അതായത് ഇതിന്റെ നരേഷനൊക്കെ സിംബോളിക്കാണ്. ഈ കാര്യത്തെ വിളിക്കുന്നത് ആന്ത്രോപ്പോമോർഫിക് അവതരണം എന്നാണ്. ആന്ത്രോപ്പോമോർഫിക് അതായത് മനുഷ്യനെ പോലെ അവതരിപ്പിക്കുന്നു. ഒരു പാമ്പിനെ അവതരിപ്പിക്കുന്ന എങ്ങനെ നോക്കിയേ, മനുഷ്യനെ പോലെയല്ലേ. പാമ്പ് വന്നിട്ട് ചോദിക്കുക, അത് തിന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ ഉണ്ടല്ലേ, പക്ഷേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വന്ന് സംസാരിക്കുന്നതിന് മനുഷ്യനെ പോലെ പാമ്പിനെ അവതരിപ്പിക്കുന്നു. അത് നമുക്ക് കേട്ടാൻ പറ്റില്ല. ദൈവത്തെയും അതുപോലെ അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഇത് സ്വർഗീയ ബന്ധമുള്ള ദൈവത്തിന്റെ എന്താ പറയാ മിസ്റ്റിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന സാധാരണ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ഒരു ഉലാത്തം വരും നാടകീയമായിട്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ, അവിടെ മനുഷ്യവംശത്തോടുള്ള ദൈവത്തിന്റെ ബന്ധം, ദൈവം അവർ ഒരു മനുഷ്യൻ കൂടെ ഉലാത്തുന്ന ഒരാളെ പോലെ പരിചിതനായിരുന്നു, ദൈവം അവർക്ക് ബന്ധത്തിലായിരുന്നു, ഒരുമിച്ചായിരുന്നു. ഇപ്പം സാധാരണ ഒരാള് ചുമ്മാ വെറുതെ ഒരു രാജാവ് ഭിക്ഷക്കാരനെ വിളിച്ച് ഉലാത്താൻ പോകത്തില്ലല്ലോ. അപ്പൊ അവര് രാജാവ് ചിലപ്പോൾ മന്ത്രിനെയോ അല്ലെങ്കിൽ രാജാവിന്റെ തന്നെ യുവരാജാവിനെയോ ഒക്കെ കൂട്ടിയിട്ടായിരിക്കും നടക്കാം എന്ന് പറഞ്ഞതുപോലെ ദൈവം മനുഷ്യനെ കരുതിയിരുന്നു എന്നും ദൈവത്തിന്റെ സ്വരം അവർക്ക് കാൽപാദത്തിന്റെ കാലടി ശബ്ദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വരം, ദൈവത്തിന്റെ ചലനങ്ങൾ ഒക്കെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു എന്നൊക്കെയുള്ള വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഇന്റേണൽ ആയിട്ടുള്ള സിംബോളിക് ആയിട്ടുള്ള മീനിങ് ആണ് ഇതിനകത്തൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അക്ഷരാർത്ഥത്തിലല്ല അതിനെ എടുക്കേണ്ടത്. ഈ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അച്ഛാ. ഒരു കുഞ്ഞു കാര്യം കൂടി, അതായത് നമ്മള് സൗളിനോട് ഈശോ ചോദിക്കുന്നുണ്ടല്ലോ, നീ എന്തിന് എന്നെ ഉപദ്രവിക്കുന്നു? അപ്പൊ യഹൂദര് ഈശോയെ കുരിശ് തറച്ചു എന്ന് പറയുന്നതോടൊപ്പം ഞാൻ ആണ് ഈശോയെ കുരിശ് തറച്ചെന്ന് പറയാൻ മേലെ വാസ്തവത്തില്. രണ്ടാമത് ദൈവ സ്നേഹമാകുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കുരിശിലൂടെ വെളിപ്പെടുത്തിയതും യേശു കുരിശിലൂടെ മനുഷ്യർ ഒന്നായി തീർന്നതും. അങ്ങനെയെങ്കിൽ യോഹന്നാൻ 1:12 നമ്മൾ മുമ്പ് ചോദ്യത്തിന്റെ യോഹന്നാൻ 1:12 പറയുന്നുണ്ടല്ലോ, അവനെ സ്വീകരിച്ചവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാൻ കഴിയും നൽകി. റോമൻസ് 8:14 പറയുന്നത് ആരാണ് ദൈവമക്കൾ? പരിശുദ്ധാത്മാ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അപ്പൊ ഈ സത്യം ഞാൻ വിശ്വസിച്ച് സ്വീകരിച്ച് അംഗീകരിച്ച് എന്നെ വ്യവസ്ഥ കൂടാതെ, മുമ്പേ അച്ഛൻ പറഞ്ഞാൽ വ്യവസ്ഥ കൂടാതെ തന്നെ ഈശോയ്ക്ക് അടിയറ വെക്കുമ്പോഴല്ല ഞാൻ ഈ കൃപ അതിന്റെ പൂർണ്ണത്തിൽ ആസ്വദിച്ച് അനുഭവിക്കാൻ തുടങ്ങും അല്ലേ? ഉറപ്പായിട്ടും അന്നേരം മാത്രമേ ഉള്ളൂ. അതായത് അതിന്റെ റിസീവിങ് എലമെന്റ് ആണ് അതിനകത്ത് ഒരു നമ്മളെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം. ദൈവം തന്റെ അനന്ത ഔദാര്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നു. പക്ഷെ അത് സ്വീകരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ പാത്രത്തിനനുസരിച്ച് ശേഖരിക്കാൻ പറ്റും. പണ്ടത്തെ മന്നയുടെ എന്നതുപോലെയാണത്. എന്നതുപോലെ തന്നെയാണ് ഉറപ്പായിട്ടും. ഈ സൗളിന്റെ കാര്യം പറഞ്ഞതും അങ്ങനെ തന്നെയാണത്. ഈ അവരെന്നല്ല അവര് അതുകൊണ്ടാണ് ബെനഡിക്ട് മാർപ്പാപ്പയൊക്കെ യഹൂദരെ ഈശോയുടെ കൊലപാതകികൾ എന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അത് ഒരു കാലഘട്ടത്തിലെ ഒരു ജനം, ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഒരു കാര്യം ചെയ്ത് അത് അവരുടെ വിശ്വാസത്തിന്റെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ചെയ്തത്. അവർ ബോധപൂർവ്വം ഒരാളെ കൊല്ലാന്ന് ഉദ്ദേശിച്ചല്ലായിരുന്നു. അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസത്തിൽ അവര് ഉറച്ചു നിന്നിട്ട് അവർക്ക് അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയാതെ പോയി. അവരുടെ തെറ്റിദ്ധാരണയാണ് കർത്താവിനെ കൊല്ലാൻ ഇടയാക്കിയത്. അവർക്ക് ശരിക്കും മനസ്സിലായവരൊക്കെ കർത്താവിന്റെ കൂടെ കൂടി. യഹൂദരെല്ലാവരും അങ്ങനെ എല്ലാവരും താനും. ഈ അപ്പസ്തോലന്മാരെല്ലാം യഹൂദരല്ലേ? നിക്കോദെമോസ് യഹൂദരനുമാണെന്ന് മാത്രമല്ല സൻഹെദ്രിനകത്തുള്ള ആളല്ലേ? അപ്പൊ അവര് കുറെ പേര്. അപ്പൊ നമുക്ക് കണ്ണടച്ച് മൊത്തത്തിൽ യഹൂദരെന്ന് പറയാൻ പറ്റില്ല. യഹൂദരിലെ ചിലർ, ഈശോയെ മനസ്സിലാക്കാത്ത
തീക്ഷ്ണമതികളായ ചിലർ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈശോയെ മനസ്സിലാക്കാത്ത എല്ലാവരും ആ കൂട്ടത്തിൽ പെടാവുന്ന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, വിശുദ്ധ ഗ്രന്ഥം അവിടുത്തെ വാക്കുകളാണ്, അവിടുത്തെ ആത്മാവാണ്, അവിടുത്തെ ജീവിതമാണ്. നല്ല ദൈവമേ, മനുഷ്യന് അതീതമായ ദൈവിക രഹസ്യങ്ങൾ, മനുഷ്യന് അപ്രാപ്യമായ ദൈവത്തിന്റെ ലോകത്തെക്കുറിച്ചൊക്കെ അവിടുന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ഭാഷയിൽ കുഞ്ഞിനോട് കഥ പറയുന്നത് പോലെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നു. ആ കഥയുടെ ഉള്ളർത്ഥങ്ങളെ ഗ്രഹിക്കാൻ അവിടുന്ന് ഞങ്ങളെ കൂടുതൽ പ്രാപ്തരാക്കണമേ. കർത്താവെ, അങ്ങയുടെ വാത്സല്യമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ. അവിടുത്തെ അനന്തജ്ഞാനത്തെക്കാളും അവിടുത്തെ വാത്സല്യമാണ് കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് പോലെ, കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഞങ്ങളോട് പറയാൻ അവിടുന്ന് കാണിക്കുന്ന വാത്സല്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അതിനെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ. അത് ജീവിക്കാനുള്ള പ്രചോദനവും ഞങ്ങൾക്ക് തരണമേ. കർത്താവായ യേശു നമ്മെ ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശംശേ.